Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, khanis, zarda, etc., or their promotion in any manner. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷേ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് എത്രത്തോളമായിരിക്കും? നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി. എന്റെ സൗകര്യം ഞാൻ എങ്ങനെയാണ് എനിക്കെന്താ? ഞങ്ങള് പോണേന് വെറുതെ ഒന്ന് നോക്കിയതാണ്. ഇയാളാണ് ചുരുട്ട് സ്വാമി സർ. അയാളെ വിളിച്ചുണർത്ത്. അളിയ അളിയ ഏമ്മമാര് വന്നിട്ടുണ്ട് അളിയ. സാറാണ് ഈ ഗ്രാമത്തേക്ക് വന്നിരിക്കുന്ന പുതിയ ഇൻസ്പെക്ടർ. ബോഡിയില് ഒരു സംഭവം, അത് അന്വേഷിക്കാൻ വേണ്ടി വന്നതാ. കവിളത്ത് മറുവെന്ന നാഭിയില് നീര് വയ്ക്കോ? ബോഡിയിൽ എന്തെങ്കിലും സംഭവം നടന്ന കുന്നുംപുറത്ത് ഒന്ന് മേക്കിട്ട് എന്താ ഇത്ര കളിയാക്കാനുള്ളത്? ഇന്നലെ മാമ്പള്ളിലൂടെ ATM മെഷീൻ മോഷണം പോയിട്ടുണ്ട്. അതിന്റെ ആൾക്കാരൊക്കെ ഇവിടെ തന്നെയാണെന്ന് ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് എൻക്വയറിക്ക് വന്നതാ. അപ്പോൾ അവന്റെ ഒരു കളിയാക്കൽ. എല്ലാത്തിനെയും പിടിച്ച് അകത്തിട്ട് ഉരുട്ടും തോന്നിവാസം കാണിക്കുന്നു. തിന്ന ചോറ് പുറത്തു വരുമ്പോ മഞ്ഞ നിറത്തിൽ തന്നെയാ. എവിടെ കളവ് നടന്നാലും ഇവിടെ വരുന്നത് പതിവാക്കും. പണം മേടിച്ചിട്ട് എന്നെ തള്ളിയിട്ടു പോയല്ലേ നുണക്കേസിട്ട തെണ്ടികളെ. നിന്നെയൊക്കെ വിടില്ലടാ. നിന്റെയൊക്കെ കഴുത്തർത്ത് ചോര കുടിച്ചാലേ എനിക്ക് സമാധാനാവുകയുള്ളൂ. എന്താണ് ഇങ്ങനെ പൊലമ്പുന്ന്? ചാറ്റെടുത്ത് കീറ ഞാൻ. സാറേ, അങ്ങനത്തെ മെഷീൻ ഒന്നും ഇവിടെ വന്നിട്ടില്ല. നിങ്ങൾ പോയി നടന്നെടുത്ത് അന്വേഷിച്ചു. നീ മറുപടി പറയണ്ട, പോടാ ഇവിടുന്ന്. എനിക്ക് ദേഷ്യം വന്നിട്ട് വയ്യ. എന്തിനാടാ കണ്ണു മേടിച്ച് നോക്കുന്ന? അവരോട് പോകാൻ പറയവിടുന്നേ. സാറേ, പ്രേതം വല്ലാണ്ട് കോപിച്ചിരിക്കാൻ പെട്ടെന്ന് വിട്ടു. കല്ല് താഴെറ. വേണ്ടത്ത പണി. പ്രദീപേ, ശരി സ്വാമി. മാറ്. എല്ലാരും പോയിക്കോടാ. സ്വാമിക്ക് ചന്ദ്രാഷ്ടമാ. അതാണ് ഈ ഇടങ്ങാറൊക്കെ. എടോ കണ്ടക്ടറെ, കൊണ്ടാടിനടുത്തല്ലേ കുന്നുംപുറം? ബസ് സ്റ്റോപ്പിൽ കറക്റ്റ് ആയിട്ടൊന്ന് ഇറക്കി തരണേ. അവിടെ ബസ് സ്റ്റോപ്പ് ഒന്നുമില്ല. ഞങ്ങൾ ഇറക്കി വിടുന്ന സ്ഥലത്ത് 2 ഫർലോങ് നടക്കണം, അത്രേ ഉള്ളൂ. ഹലോ, ഇൻസ്പെക്ടർ ഷൺമുഖനാ സംസാരിക്കുന്നത്. നിങ്ങൾ പ്രദീപാണോ? അതെ സാർ. കുന്നുംപുറം ബസ് സ്റ്റോപ്പിൽ നിന്ന് ഞാൻ നടന്നു വന്നോണ്ടിരിക്കുക. വേഗം ജീപ്പ് വിട്. ശരി സാർ. പോലീസ് സ്റ്റേഷനിലേക്കുള്ള വഴി ഏതാടോ? എന്താ നോക്കി പഠിപ്പിക്കുന്നത്? ഞാനാ പുതുതായിട്ട് വന്ന ഇൻസ്പെക്ടർ.
പോലീസ് സ്റ്റേഷൻ ബോർഡിൽ പുല്ലു മുളച്ചിരിക്കുന്നു. പോരാത്തതിന് 3 കിലോമീറ്ററും. നിന്നെ ഒന്നും വെറുതെ വെച്ചേക്കലടാ. നിന്നെ ഒന്ന് കണ്ടുപിടിക്കട്ടെ, കാണിച്ചു തരാം ഞാൻ ആരാന്ന്. നിന്നെ ഞാൻ എടുത്തോളടാ. കൊല്ലാത്ത നിന്നെ ഞാൻ വിടില്ലടാ. ഇൻസ്പെക്ടർ സാറല്ലേ? അതേടോ. പ്രദീപാണോ? അതെ സാർ. എന്ത് നാടാടോ ഇത്? വന്നിറങ്ങി ഉടനെ സൂട്ട് കേസ് അടിച്ചോണ്ട് പോയി. വന്നെ പണി കിട്ടിയോ? സോറി സാർ, അങ്ങനെ സംഭവിച്ചതിൽ ഖേദിക്കുന്നു. സാർ ഇൻസ്പെക്ടറാണെന്നറിയാതെ ചെയ്തു പോയതാവും. അല്ലടോ, അറിഞ്ഞോണ്ട് തന്നെ അവനത് അടിച്ചോണ്ട് പോയത്. വണ്ടി എടുക്ക്. ശരി സാർ. ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ഗ്രാമമാണത്. അധികാരികളുടെ കാല് വിട്ട് ഒരുപാട് കാലായി സർ. അല്ല സർ, നാളെ വരാമെന്നല്ലേ ഫോണിൽ പറഞ്ഞത്? ഒരു ദിവസം മുമ്പ് തന്നെ വന്നല്ലോ. എന്താ ഒരു ദിവസം നേരത്തെ വരാൻ പാടില്ലേ? അല്ലടോ, താൻ കോൺസ്റ്റബിൾ അല്ലേ? ഡ്രൈവർ എവിടെ? ഈ സ്റ്റേഷനിൽ മൊത്തം 4 പേരേ ഉള്ളൂ സർ. സാറ് നാളെ വരില്ലോ എന്ന് കരുതി എല്ലാവരും ലീവ് എടുത്തു. നല്ല കാലം ഞാൻ സ്റ്റേഷനിൽ തന്നെ ഉണ്ടായിരുന്നു. എന്താ നിനക്കും ലീവ് എടുത്ത് വീട്ടിലേക്ക് പോകാൻ മേലായിരുന്നു? ഇൻസ്പെക്ടർ ഇല്ലെന്നുള്ള ധൈര്യത്തിൽ നിങ്ങൾ ഓരോന്ന് കാണിച്ചു കൂട്ടി നിങ്ങളായിട്ട് അങ്ങ് അവധി എടുക്കുക. ഇപ്പൊ ഞാനുണ്ടല്ലോ, കാണിച്ചുതരാം. സാറേ, ഞാൻ വേണമെങ്കിൽ ഫോൺ ചെയ്തിട്ട് എല്ലാവരോടും വരാൻ പറയാം. വന്നിട്ട് എന്താടോ, എന്ത് കാണിക്കാനാ? നാളെ എങ്ങാനും വരട്ടെ. അതിരിക്കട്ടെ, ഈ നാട്ടിലുള്ളവരെല്ലാം അത്രയ്ക്ക് ഭയങ്കരമാരാ? സാറേ, ഈ നാട്ടുകാർ ഒരുപാട് ധൈര്യമുള്ള സ്വഭാവക്കാരാ. മോഷ്ടാക്കളുമാണ്. കക്കാനും നിൽക്കാനും പഠിച്ചവന്മാരവന്മാര്. ബുദ്ധിമാന്മാരാണ്. ഒരാടിനെ മൊത്തം അകത്താക്കും ചെയ്യും. എല്ല് പോലും മിച്ചം വെക്കില്ല. സാറിപ്പോ എത്തിയിട്ടല്ലോ, പോകുന്തോറും മനസ്സിലാവും. ഇവന്മാര് കാരണം 2 ജീവനാണ് ഈ സ്റ്റേഷനിൽ നഷ്ടപ്പെട്ടത്. പേടിപ്പിക്കുക. ഞാൻ പ്രൊമോഷൻ കിട്ടി വന്നതാണെന്നാണ് താൻ വിചാരിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് ഇവിടെ 2 ഇൻസ്പെക്ടർമാർ സംശയാസ്പദമായി മരിച്ചില്ലേ? അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്നത്. എന്താ ഡിപ്പാർട്ട്മെന്റ് ഉറക്കമാണെന്നാണ് താൻ വിചാരിച്ചേ? അത് കണ്ടുപിടിക്കാൻ വേണ്ടി എനിക്ക് 5 ദിവസം പോലും വേണ്ട. കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കണ്ടല്ലോ. ആട്ടടോ, ആ ആദ്യത്തെ ഇൻസ്പെക്ടർ കുഞ്ഞിരാമൻ എങ്ങനെ മരിച്ചേ? ദാ ഈ തൊട്ടിയിലാണ് ചത്ത് കിടന്നത്. ഇതിലോ? അതെ സർ. എന്താടോ, സ്റ്റേഷനിൽ ഒരു ഇൻസ്പെക്ടർ മരിച്ചു കിടന്നപ്പോ നീയൊക്കെ? അതാണ് എനിക്ക് മനസ്സിലാവാത്തത് സർ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയില്ല. ഒരുപക്ഷെ ഇത് കൊലപാതകമാണെങ്കിൽ അതിന് എവിഡൻസ് പോലും ഇല്ല സർ. ഈ 2 കേസും ഇതുവരെ പെൻഡിങ്ങിലാണ് സർ. ആട്ടെ, ആ രണ്ടാമത്തെ ഇൻസ്പെക്ടറിന്റെ പേരെന്താ? സുൽത്താനാണ് സർ. അയാൾ എങ്ങനെ മരിച്ചേ? ഈ ഫാനിലാണ് തൂങ്ങിയത് സർ. കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടുപോവാ. കൊണ്ടുവരാം സർ. ആ പറയടി. ഞാൻ ഡ്യൂട്ടി കയറി. ആ ക്വാർട്ടേഴ്സ് ഒന്നും വലിയ കുഴപ്പമില്ല, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ നാളെ വരുമ്പോൾ എൻ്റെ മറ്റേ യൂണിഫോമും കൂടെ എടുത്തോണ്ട് പോരെ. എന്തിനാന്നോ പറയാന്ന് കേക്കടി. കൂടുതൽ ഉണ്ടാക്കാതെ നാളെ തന്നെ ഇങ്ങ് എത്തിയാരേ. എന്നെ പഠിപ്പിക്കുക. സാർ, 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 വെള്ളം. സാറിനത് എന്താ പറ്റിയത്? ഒന്നുമില്ല.
ക്വാർട്ടേഴ്സ് ഇവിടെ അടുത്താണ് സർ, നമുക്ക് പോവാമോ? അതൊക്കെ പിന്നീടുള്ള കാര്യല്ലേ. ആദ്യം നാട്ടുകാരെ കുറിച്ച് പറയൂ. ഈ ഗ്രാമം വളരെ ചെറുതാണ് സർ. ഇന്ത്യ മൊത്തം കൊള്ളടിച്ച് ഇവിടെയാണ് വന്ന് ഒളിച്ചിരിക്കുക സർ. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ചില സമയത്ത് ഇവന്മാരെ തേടി CBI പോലും വന്നിട്ടുണ്ട് സർ. മോഷ്ടിക്കുന്നത് പോലും ഒരു ഉത്സവം പോലെ ആഘോഷിക്കുക സർ. Thank you very much for your help. My name is James. താങ്ക് യു. എന്റെ പേര് സ്ക്രൂ ഡ്രൈവർ. What? That means screwdriver. That's very funny. This Velladi festival is very famous. Our rich people going for theft and robbery. Only purpose of stomach. How about you, tribal? എല്ലാം നീയൊക്കെ ചെയ്തു കൂട്ടിയ പണിയാടാ. ഓരോന്നൊക്കെ ഇറങ്ങിക്കോളൂ. ഇവള് സായിപ്പാണോ അതേ ജുലേബിയാണോ? വീണ്ടും ഞങ്ങളുടെ നാട്ടിൽ വന്നല്ലോ, വളരെ സന്തോഷം. നിങ്ങളെങ്കിലും ഇവിടുത്തെ പാവപ്പെട്ടവരെ സഹായിക്കും മക്കളെ. നിങ്ങളുടെ മുത്തശ്ശൻ ഡാം കെട്ടി, പക്ഷെ ഇവര് വെള്ളം തരുന്നില്ല. പിച്ചുമേ പറയാതെ നീ വിചാരിക്കുന്ന ആളല്ല അവന്മാര്. ഭരിക്കാൻ വന്നവരല്ല അവര്, ഭക്ഷണം കഴിക്കാൻ വന്നവരെ, ആടിനെ തിന്നാൻ വന്നവരെ. ആട് മാത്രമായിട്ട് എന്തിനാക്കുന്ന ആളുകളെ അങ്ങ് അടിച്ച് തിന്നു. Old woman worry for water problem. You come. നിക്ക മുളഞ്ഞിട്ടൊന്ന് മാറ്റട്ടെ. അതെ, എന്തോന്നാടി? തേൻ കുറച്ചേ ഉള്ളൂ, എന്നാലും തേനി മുക്കി തിന്നാൻ ശരി, നല്ല ശരി. രസമായിരിക്കും. എന്നാടാ കഴിക്ക്. വയറ് നിറയെ കഴിച്ചോടാ. സാറേ, വാടൂ. ചക്കപ്പഴം നല്ല വരിക്കുക, ചോള ചെറുതാണെന്നുള്ളൂ. സാറേ, ബോഡിന്ന് ATM മെഷീൻ അടിച്ചു മാറ്റിയത്തെ. ബോഡിന്ന് ഇൻസ്പെക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളോട് അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് സർ. ഹേ, അയാളുടെ ഏരിയയിലേക്ക് നമ്മൾ എന്തിനാണ് പോകുന്നേ? അടിച്ചു മാറ്റിയത് നമ്മുടെ നാട്ടുകാരാണെന്നോ സംശയം. ശരി, പോകാം. നാളത്തേക്ക് ഞണ്ടിനെ കൊണ്ടുപോവാ. പിള്ളേർക്ക് ഭയങ്കര കപക്കെട്ട്. എനിക്ക് ഞണ്ട് വേണ്ട, മുയലിറച്ചി വേണോ? സമാധാനിക്കട, അടുത്ത ആഴ്ച ആട്ടെ. എന്താ ചേട്ടാ, മാനിറച്ചി കിട്ടുവോ? എടി മന്ദബുദ്ധി, അതൊക്കെ നിയമവിരുദ്ധ. ഓ, ഇപ്പൊ ഞണ്ട് മാത്രം മതി. ഈ വിറ്റങ്ങള് കാട്ടാനെ പോലും വെറുതെ വിടില്ലാന്ന് തോന്നുന്നു. സാറേ, നമുക്ക് പോവാം. ഞാൻ വന്നേക്കാം, നീ പുറത്ത് വെയിറ്റ് ചെയ്യ്. എടോ, കഴുക് നന്നായിട്ട് കഴുക്. വരൂ സാർ. എന്റെ അക്രമ കാടി വെച്ചെങ്കിൽ നോക്ക് സാറേ. ATM മെഷീൻ മൊത്തത്തിൽ പൊക്കിക്കൊണ്ട് പോയി. അതും പോരാത്തന്നെ ഇവിടെ തൂറിയിട്ടിരിക്കുക. ഇവരൊന്നും വെറുതെ വിടല്ല സാറേ, അഴക്ക് താരെ വെടിവെക്കണം. അല്ല സാറേ, ചക്കപ്പഴം തിന്ന് ഇറക്കിയിരിക്കുക. എന്തൊരു നാറ്റം ഇത് സാറേ. ബാങ്കിലെ ബെസ്റ്റ് മാനേജർ എന്ന് പറഞ്ഞ 5 തവണ ഞാൻ അവാർഡ് വാങ്ങിയിട്ടുള്ളത്. ഈ ജില്ലയിൽ ഫസ്റ്റ് ഡോക്ടറേറ്റ് കിട്ടിയത് എനിക്കാ. എന്നിട്ട് എന്നെ വെറും തൂപ്പുകാരനാക്കി സാറേ. നിങ്ങൾ എന്ത് ചെയ്തു എന്ന് എനിക്കറിയില്ല. 24 അവേഴ്സിനുള്ളിൽ അവരെ പിടിക്കണം. അതർവൈസ് ഐ വിൽ കോൾ CBCID. സാറ് ഒന്ന് സമാധാനപ്പെട്. ഇത് എൻക്വയറി ചെയ്യാൻ അദ്ദേഹം വന്നിരിക്കുന്നത്. ഇതിനാ തീട്ടം കോരാനാ? സെക്യൂരിറ്റി ആരും ഇല്ലേ സാർ? ഇവിടെ ക്യാമറ ഉള്ളതുകൊണ്ട് ഞങ്ങൾ സെക്യൂരിറ്റി വെച്ചിട്ടില്ല. സാർ, ഈ ക്യാമറയിൽ ഇത് റെക്കോർഡായി കാണുമോ? വന്നവർ നല്ല സമർത്ഥരാണ് സർ. ക്യാമറയുടെ മുകളിൽ ഒരു തുണി ടേച്ചാ പോയിക്കണ്. സാർ, ഒരു വിധത്തെ സാറെ രക്ഷപ്പെട്ടു. ATM അടിച്ചോണ്ട് പോയപ്പോൾ AC അവര് കൊണ്ടുപോയില്ലല്ലോ. ഓ, ഇത് സാറ് തന്നെ പറയണം. കൊള്ളാം, ഇതെന്റെ തലവിധി. ഓ, നന്നായിട്ട് പെനൽ വെച്ച് കഴുകണം. ഓ, കോർപ്പറേഷനിലെ കക്കൂസിലെ മണം പോലെ. ഞാൻ സാറിനെ വിളിച്ചത് എന്താന്ന് വെച്ചാൽ, ഇത് ചെയ്തത് കുന്നംപുറത്തുള്ളവർ തന്നെയാണ് ഇതിന്റെ പിന്നിൽ. എവിഡൻസ് ആർക്കും കിട്ടാതിരിക്കാൻ വേണ്ടി തൂറിട്ടേച്ച് പോകുന്ന ഇവന്മാരുടെ സ്വഭാവം, ഈ സ്വഭാവമാണ് അവരെ കാട്ടിക്കൊടുക്കുന്ന തെളിവെന്ന് അവർക്ക് പോലും മനസ്സിലായിട്ടില്ല. എനിവേ, സാർ എൻക്വയറി ചെയ്താലും തുടങ്ങിക്കോളൂ. ഓക്കെ സാർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വാടോ. എടോ, ഇയാളെന്താ നമ്മളെ ഏൽപ്പിച്ചിട്ട് പോകുന്നേ? സാറേ, പറയുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. വന്നിരിക്കുന്ന ഇൻസ്പെക്ടർ അല്പം വിവരമുള്ള കക്ഷിയാ. ഇത് ചെയ്തിരിക്കുന്നത് കുന്നംപുറത്തുകാർ തന്നെയാ. പക്ഷേ ഇതാര് ചെയ്തു, എങ്ങനെ ചെയ്തു എന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ഇതിനൊക്കെ ഒരു ഇൻഫോമർ ഉണ്ടെന്നേ. ഈ ഇനത്തിൽ ജനിച്ചവരൊക്കെ പോലീസ് ആകണമെന്ന് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അവൻ പഠിച്ചവനാണ്, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് സഹായം ചെയ്യുന്നുണ്ട്. ഇവന്റെ സഹായം ഇല്ലാതെ കുന്നംപുറത്തേക്ക് കടക്കാൻ പോലും പറ്റില്ല. തല തിരിഞ്ഞവരാ അവന്മാര്. എടോ, പോലീസുകാരനെ തന്നെ പേടിപ്പിക്കാടോ. ഞാൻ സർവീസിൽ എത്ര ഏരിയ കണ്ടതാ. ഡിപ്പാർട്ട്മെന്റിനെ വിശ്വസിച്ചാണ് ഇൻഫോമർ, ഇൻഫോമറിനെ വിശ്വസിച്ചല്ല ഡിപ്പാർട്ട്മെന്റ്. ഓ, കുന്നുംപുറത്തേക്ക് വണ്ടി എടുക്കടൂ.
കാണിക്കടോ. എന്റെ സൗകര്യം ഞാൻ നീ എങ്ങനെയാണ് എന്താ നോക്കുന്നത്? നോക്കുന്നത്? എനിക്കെന്താ? വാ അങ്ങോട്ട്. ആ ഞങ്ങള് പോണേടെ വെറുതെ ഒന്ന് നോക്കിയതാണ്. മേരിക്കുട്ടിയെ കഴിക്കല്ല തുണി ചോദിച്ചില്ലേ? ദേ കാക്കി പോണ്. ഇനി തിരിച്ചു വരുമ്പോ ചോദിച്ചു വാങ്ങിക്കാം. ഇയാളാണ് ചുരുട്ടുസ്വാമി സർ. അയാളെ വിളിച്ചുണർത്ത്. അളിയ അളിയ ഏമ്മമാര് വന്നിട്ടുണ്ട് അളിയ. സാറാണ് ഈ ഗ്രാമത്തേക്ക് വന്നിരിക്കുന്ന പുതിയ ഇൻസ്പെക്ടർ. ബോഡിയില് ഒരു സംഭവം, അത് അന്വേഷിക്കാൻ വേണ്ടി വന്നതാ. കവിളത്ത് മറുവെന്ന നാവിയില് നീര് വയ്ക്കോ. ബോഡിയിൽ എന്തെങ്കിലും സംഭവം നടന്ന കുന്നുംപുറത്തോ ഒന്ന് മേക്കിട്ട് എന്താ ഇത്ര കളിയാക്കാനുള്ളത്? ഇന്നലെ മാമ്പള്ളിയുടെ ATM മെഷീൻ മോഷണം പോയിട്ടുണ്ട്. അതിന്റെ ആൾക്കാരൊക്കെ ഇവിടെ തന്നെയാണെന്ന് ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് എൻക്വയറിക്ക് വന്നതാ. അപ്പോൾ അവന്റെ ഒരു കളിയാക്കൽ. എല്ലാത്തിനെയും പിടിച്ച് അകത്തിട്ട് ഉരുട്ടും തോന്നിവാസം കാണിക്കുന്നു. തിന്ന ചോറ് പുറത്തു വരുമ്പോ മഞ്ഞ നിറത്തിൽ തന്നെയാ. എവിടെ കളവ് നടന്നാലും ഇവിടെ വരുന്നത് പതിവാക്കി. പിടിച്ചവരെ നട്ടുച്ചവയില് എന്റെ ശരീരം ഇട്ടേച്ച് പോയല്ലേ? മുടിഞ്ഞ പോകത്തേ ഉള്ളടാ. എന്നെ സൈക്കിൾ വിടറാ. പണം മേടിച്ചിട്ട് എന്നെ തള്ളിയിട്ടേച്ച് പോയല്ലേ? നുണക്കേസിട്ട തെണ്ടികളെ, നിന്നെയൊക്കെ വിടില്ലടാ. നിന്റെയൊക്കെ കഴുത്തറുത്ത് ചോര കുടിച്ചാലേ എനിക്ക് സമാധാനാവുകയുള്ളൂ. എന്താണ് ഇങ്ങനെ പൊലമ്പുന്നേ? ചാട്ടെടുത്ത് കീറ ഞാൻ. സാറേ, അങ്ങനത്തെ മെഷീൻ ഒന്നും ഇവിടെ വന്നിട്ടില്ല. നിങ്ങൾ പോയി നടന്നെടുത്ത് അന്വേഷിച്ചു. നീ മറുപടി പറയണ്ട, പോടാ ഇവിടുന്ന്. എനിക്ക് ദേഷ്യം വന്നിട്ട് വയ്യ. എന്തിനാടാ കണ്ണും വെച്ച് നോക്കുന്ന? അവരോട് പോകാൻ പറ ഇവിടുന്ന്. സാറേ, പ്രേതം വല്ലാണ്ട് കോപിച്ചിരിക്കാൻ പെട്ടെന്ന് വിട്ടു. കല്ല് താഴെറാ. വേണ്ടത്ത പണി. പ്രദീപേ, ശരി സ്വാമി. മാറ്. എല്ലാരും പോയിക്കോടാ. സ്വാമിക്ക് ചന്ദ്രാഷ്ടമാ. അതാണ് ഈ ഇടങ്ങാറൊക്കെ. കുരുടിക്ക് കണ്ണു കൊടുക്കില്ലെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പോലീസുകാരെ വരാൻ തുടങ്ങി. സന്ധ്യയായി കഴിഞ്ഞ പുറത്തിറങ്ങണ്ട. ഇതൊക്കെ ചെയ്യാൻ ഇപ്പൊ ചെറുപ്പക്കാരുണ്ടല്ലോ. മൂത്ത് നരച്ചല്ലേ, ഒന്ന് അടങ്ങിക്കൂടെ? ഇത് എന്തൊരു നാടാണോ ഇത്? എല്ലാരും പ്രേതത്തിനെ കണ്ട് പേടിപ്പിക്കുക. ഇത് പ്രേതത്തെ കാണിച്ചിട്ട് പേടിപ്പിക്കുക. സാറിനോട് ഞാൻ അപ്പളേ പറഞ്ഞതാ. അച്ചിങ്ങാന്ന് വിചാരിച്ച് അപ്പീലാണല്ലോ കൈവച്ചത്. നാണമില്ലാത്തവരെ. ആ ഇൻഫോമറിന്റെ പേരെന്താ? സിദ്ധാർത്ഥൻ. എല്ലാരും പെട്ടിക്കടയിൽ അക്കൗണ്ട് വെക്കുന്നത്, നമ്മൾ പോലീസ് സ്റ്റേഷനിൽ അക്കൗണ്ട് വെക്കുന്നത്. എല്ലാരും ചെയ്ത പോലെ നമ്മൾ ചെയ്യാൻ പാടില്ല. ഇപ്പൊ എല്ലാരും SMS കൂടെയല്ലേ ചീറ്റിംഗ് ചെയ്യുന്നത്. നമ്മുടെ അടുത്ത് വരുന്ന കസ്റ്റമറിന് നമ്മളെ വിശ്വാസം തോന്നണം. അതിലതൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. കഴുത്തില് ടൈ കെട്ടണം, കാലില് ഷൂ ഇടണം. ഹലോ, പറയടി. എന്താ മാഷേ, പോലീസൊക്കെ വരാൻ തുടങ്ങിയല്ലോ. പോലീസ് എന്തിനാ നാട്ടിൽ വന്നേ? നിന്റെ അച്ഛനും എന്റെ അച്ഛനും സിറ്റിക്ക് പോയി പ്രശ്നം ഉണ്ടാക്കിയിരിക്കാ. സ്ക്രൂ ഡ്രൈവറെ. എന്താ സാറേ ഇങ്ങോട്ടൊക്കെ? സിദ്ധാർത്ഥൻ ഉണ്ടോ അവിടെ? ഇവിടെ ഉണ്ട്. ഒന്ന് വരാൻ പറ. കാശിതാ, ഇല്ലെങ്കിൽ ഞാൻ തൂപ്പ് നിന്റെ മേലെ. സാറേ, കാശങ്ങ കൊടുത്തേക്ക്, അല്ലെങ്കിൽ ഷർട്ടിൽ തുപ്പി വെക്കും. ഇന്നതല്ലേ? വിട്ടോ വിട്ടോ. എന്റെ പൊന്നെ, ഈ നാട്ടിൽ തള്ളമാരെ വരെ പേടിക്കണം. എന്തിനാ ചേട്ടാ അദ്ദേഹത്തിനെ നാട്ടിൽ കൊണ്ടുവന്ന്? എന്റെ അടുത്ത് നിങ്ങൾ പറഞ്ഞൂടായിരുന്നില്ല? ഞാൻ ഒരുപാട് പറഞ്ഞതാ. പുതിയ ഇൻസ്പെക്ടർ ആണല്ലോ. ആരംഭ സുഹൃത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നേ. തിന്നൂല്ല, ബാക്കിയുള്ളവരെ കൊണ്ട് തീറ്റിപ്പിക്കില്ല. സാറേ, ഇതാണ് സിദ്ധാർത്ഥൻ. നമസ്കാരം സാർ. ഇവനാണോ CBI ഓഫീസർ? കാര്യങ്ങൾ പറഞ്ഞു സർ. ഏതാ സ്ഥലം? തേനിക്ക് പോകുന്ന മെയിൻ റോഡിലാ, WOD ബാങ്ക്. ഇപ്പൊ വരാം സാർ. നമ്മൾ ഇവനോട് ചോദിക്കുമ്പോൾ ഇവനിത് ആരോടാ ചോദിക്കുന്നത്? സാർ, തേനിയിലെ കുന്നുംപുറത്തുള്ള ആക്രി കടയിലാണ് മെഷീൻ ഉള്ളത്. 10-ാം നമ്പർ കടയിൽ ഒരു ബായ് ഉണ്ടാവും സാർ. അദ്ദേഹത്തിന്റെ അടുത്താണ് മെഷീൻ വിറ്റത്.
കറക്റ്റ് തന്നെയല്ലേ? എന്റെ എൻക്വയറി എപ്പോഴും കറക്റ്റ് ആയിരിക്കും സർ. എന്താ വെച്ചോ സാർ? എന്താണ് സാർ ഇത്? ജോലി ഇതിന്റെ കൂലിയാ, വെച്ചോ. സാർ, കാശിന് വേണ്ടി ഞാനിതൊന്നും ചെയ്യാറില്ല. എസ് എ ആവേണ്ടത് എന്റെ ലക്ഷ്യമാണ്. എക്സാം എഴുതിയിട്ടുണ്ട്, കുറച്ച് സപ്പോർട്ട് ചെയ്താൽ മതി. കാണാം കാണാം. താങ്ക്സ് സാർ. എടോ രാഘവ, വണ്ടി എടുക്ക്. ശരി സാറേ. സംശയം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ സാർ. ആ അയ്യോ 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 അയ്യോ, പുതു മെഷീന് പൂത ചെയ്ത് 2 മാസം പോലെ ആയില്ല. എന്തൊരു അന്യായത്. ഇവിടെ ഉടച്ചിട്ട് കണ്ടില്ലേ? എടോ, ആ മരുന്നൊന്നും എടുത്തേ. എന്താ ഭായി, നിങ്ങളൊക്കെ പഴയ ആൾക്കാരാ, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? സാറേ, വരുമ്പം തന്നെ പാതി ഉടച്ചാ കൊണ്ടുവന്നേ. ഞാൻ വാങ്ങില്ലെന്ന് പറഞ്ഞു, ഒരുപാട് നിർബന്ധിച്ചു. റെഗുലർ കസ്റ്റമറാ, വേറെ വഴിയില്ലാതെ അങ്ങ് മേടിച്ചു. യാ അല്ലാ, ഇതാണ് സാറേ നടന്നത്. പൈസ എത്ര കൊടുത്ത്? 1000 രൂപ സാറേ. എന്നത് 1000 രൂപയോ? എടോ, ഈ മെഷീന്റെ വില എത്രയാണെന്ന് അറിയോ തനിക്ക്? അകത്ത് എത്ര പണം ഉണ്ടായിരുന്നു? അതില് പൈസ ഒന്നും ഇല്ലായിരുന്നു സാറേ. സാറേ, ചോള തിന്നിട്ട് ചണ്ടി കൊണ്ടുവന്നിട്ടേക്കുവാ. ആരാ ഭയവന്മാര്? പറഞ്ഞ എനിക്കാണ് സാറേ ചീത്തപ്പേര്. പറഞ്ഞേക്ക് ബായി, ബാങ്ക് മാറ്റാൻ നിങ്ങൾക്കാ കുഴപ്പം. കുന്നുംപുറം ചുരുട്ടസ്വാമി, ഇത്ര മതിയല്ല അറിയാലോ. ക്യാമറ അതിന് തുണിയിട. എന്റെ മലമുകളിലെ ദേവി. എടാ കഴുതറി, നോക്കിയും കണ്ട് ചെയ്യണ. എടാ, ഇതൊന്നും ശരിയാവില്ല അളിയ. ആ കട്ടപ്പരയുടെ എടാ നോക്കിയെടുക്കടാ. ഷാമി, നമുക്ക് പോവാം. നിന്റെ കാറോടൊക്കെ ചേർത്ത് വെച്ച് തൂറിയിട്ട് വാടാ. വാടാ. അയാളൊരു കോഴിത്തൂലിട്ടുള്ളൊരു ചെവിത്തോണ്ടല്. സ്വാമി, അന്ന് ഞാൻ കേസ് അന്വേഷിക്കാൻ വന്നപ്പോൾ ഒന്നും അറിയാത്ത പോലെ വെറുതെ നിൽക്കുമായിരുന്നല്ലോ. പിന്നെ മോട്ടിച്ച വന്ന് സമ്മതിച്ചു. അലിഞ്ഞു പിടിക്കണം. സർക്കാർ ശമ്പളം വാങ്ങി കീശലിട്ട പോരെ. എന്നോടാ കളിക്കുന്നേ? സ്വാമിയുടെ പേരെന്താടാവോ? ആ, ചുരുട്ട്. ചുരുട്ടെന്ന് പറയുന്നത് സ്വാടുപുരം. ചുരുട്ടോക്കെ? അതെന്താ ഈ വാളുപുരം? അത് ആന്ധ്രയിലെ ഒരു ചെറിയ ഗ്രാമമാ. ഇദ്ദേഹത്തിന് അച്ഛൻ അവിടെ ജനിച്ചത് സാറേ. ആ ഓർമ്മയിലാണ് അളിയനെ പേരിട്ടിരിക്കുന്നത് സാറേ. ഓഹോ, നിങ്ങൾ രണ്ടൊരു അളിയന്മാരല്ലേ? അതെ അതെ, അളിയന്റെ പെങ്ങളെയാണ് ഞാൻ കേട്ടിരിക്കുന്നത് സാറേ. സിദ്ധാർത്ഥന്റെ അച്ഛനാണത്. ഓ, കഥ അങ്ങനെയാണോ പോകുന്നേ? എന്താ സാർ ഇത്? കേസ് എൻക്വയറി ചെയ്യാതെ വെറുതെ കുടുംബകഥ കേട്ടോണ്ടിരിക്കുക. ഇവിടെന്താ TV സീരിയൽ ഷൂട്ടിംഗ് നടക്കുക? എടാ, നിങ്ങൾ 3 പേരിൽ തൂറിയത് ആരാണ്? എന്താ അറിഞ്ഞിട്ട് ശൗദിക്കാൻ വേണ്ടിയാ? ഇക്കാര്യത്തില സംസാരിക്കുന്ന കണ്ടില്ലേ സാർ? കട്ട് മുടിച്ചതും പോരാ, ഇവന്മാരൊക്കെ പുറത്തേക്ക് വരാത്ത രീതിയിൽ സ്ട്രോങ് ആയിട്ട് FIR ഇടണം. എന്തോടാ സംസാരിക്കുന്നത്? എന്താ വലിയ ബാങ്ക്? പിച്ചക്കാര ബാങ്ക്. ഉള്ളിൽ എത്ര കാശുണ്ടായിരുന്നു അറിയോ അളിയ? ആ കണക്കൊന്ന് പറഞ്ഞോളൂ. അളിയ, പെട്ടിവണ്ടിക്ക് തന്നെ 3500 രൂപ പോയി. പിന്നെ നമ്മുടെ ശമ്പളം, ചാപ്പാട്, വെള്ളടി ഇതെല്ലാം ചേർന്ന് ആ കണക്കിൽ തന്നെ ഒരു 8500 രൂപ പോയില്ലേ അളിയ? ഈ പിച്ചക്കാരൻ മെഷീനിൽ വെറും 5000 ഒലിവേ ഉണ്ടായിരുന്നില്ല അളിയ. അത് ആക്രി കടക്കാരന് കൊടുത്തപ്പോ ഒരു 1000 രൂപയും കൂടി കിട്ടി. അങ്ങനെ നോക്കിയാ വരവ് മൊത്തം 6000. എങ്ങനെ നോക്കിയാലും നമുക്ക് 2500 രൂപ നഷ്ട. കണ്ടോ, ഞങ്ങളെ കാശ് 2500 പോയി. കണക്ക് നോക്കിയാ നീ ഇങ്ങോട്ട് തരണം. കാശില്ലാത്തൊരു ബാങ്കും അതിനൊരു മെഷീനും. പിച്ചക്കാര ബാങ്ക്. 10 പൈസക്ക് പ്രയോജനം. ഇനി ഞാൻ ഇവിടെ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരും. ഞാൻ ഇവന്മാരെ കോർട്ടിൽ കണ്ടോളാം. നമുക്ക് പോവാം. മരുന്ന് കൊടുത്താ പറഞ്ഞത്. എടോ, പിച്ചക്കാര ബാങ്ക്. പിച്ചക്കാര ബാങ്ക്. തനിക്ക് ഇത് എന്തിന്റെ സുഖടാ? ചെയ്യാനുള്ളത് ചെയ്തിട്ട് അയാളെ കളിയാക്ക. പ്രതിഭേ,
ഈ 4 പേരെ എടുത്ത് അകത്തിടും. സാറേ എന്താ സാർ ഇത്? എന്നെ എന്തിനാ ചേർക്കുന്നത്? 2 പേരും കൂടി ചേർത്താ കംപ്ലൈന്റ് തന്നേക്കുന്നേ. യാ അല്ലാ, നാളെ കഴിഞ്ഞ ബക്രീദ് ദിവസമാണ് സാറേ. ആണോ? കള്ളമുതല വാങ്ങുമ്പോ ഇതൊക്കെ ഓർക്കണമായിരുന്നു. സാറേ. ഇയാളെ കൊണ്ടുപോ. സാറേ. പോടോ. ചെല്ല്. എന്നോടെന്താ പ്രത്യേകിച്ച് സാറേ. പറഞ്ഞിട്ടില്ലേ? ചെല്ല്, ഒന്ന് പോടോ. ഇത് നിങ്ങളുടെ മുറി തന്നെ, അകത്ത് ചെന്നിരിക്കേ. ചെല്ല്. സാർ, സാർ, സാറേ പ്രദീപേ, ആ. 1 മിനിറ്റ്. പ്രദീപ, അയാളെ രക്ഷപ്പെടുത്തു. ഓടിയിട്ടല്ല രക്ഷപ്പെടണ, നടന്നു തന്നെയാ പോണത്. ഓം ക്രീം മലയാള ഭഗവതി യജകാവുടിയ കാട്ടേരി വീരമണ്ഡോദരവി ഇയാൾ എന്തായി കാണിക്കുന്നത്? സ്റ്റേഷനെതിരെ മന്ത്രവാദം ചെയ്യുന്നു സാർ. കാടി നീലി ചുങ്ങാടായേ. ഈ സ്റ്റേഷനിലെടുത്ത് കാഞ്ഞു പോണം. ശവം തിരിയിലിയേ. രാത്രിയാവുമ്പോ സ്റ്റേഷനിൽ കേറിക്കോണം, നശിച്ചു പോണം. രാഘവേട്ടു, ഇയാൾ എന്താ എനിക്ക് വേണ്ടി കൂടോത്രം ചെയ്യുകയാണോ? സാറേ, ശ്മശാനം അടുത്താണ്. പ്രേതത്തിനെ കൊണ്ട് പറഞ്ഞു വിടുക. അയാൾ അക്യൂസ്റ്റ് മാത്രമല്ല, ഭയങ്കര മന്ത്രവാദിയാ. പ്രേതത്തിന്റെ കൂട്ടുകാരനാ. കൽക്കട്ട കാളി, ഇവന്റെ കുടുംബം പുഴുത്ത് ചാകണം. എടോ, ഇയാൾ എന്തിനാണോ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? എന്റെ കുടുംബത്തിനെ ശപിക്കുക. എന്റെ ആവശ്യങ്ങൾ നീ സാധിച്ചു തരണേ. നാളെ പുലരുന്നതിന് മുമ്പ് ആരെങ്കിലും ഒരുത്ത ചോര ഛർദിക്കും. സ്വാമി എന്താ ഇങ്ങനെ ചെയ്ത്? ഇടക്കിടക്ക് ആഘോഷമായിട്ട് വന്നെങ്കിലേ ദൈവത്തെ മനുഷ്യർ വിശ്വസിക്കൂ. നിന്റെ നാടേതാടാ? എന്റെ സ്ഥലം ചെപ്ലശ്ശേരിയാണേ. പഴയ അക്യൂസ്റ്റാണ്. ജോലി പെയിന്റിങ്ങാ. മലമുകളിൽ ബൈബിൾ വാക്യങ്ങൾ എഴുതാൻ വന്നതാ. രാത്രി കിടക്കാൻ വേണ്ടി ഇവിടെ എത്തി. ഹല്ലേലൂയ, സ്തോത്രം. കള്ളക്കേസ് മുഴുവൻ എന്റെ പേരിലിട്ട് ഇവിടെ എന്നെ കിടത്തിരിക്കാ സ്വാമി. കള്ളനായിരുന്നപ്പോ നീ ഇവിടെ വന്ന് കിടന്നു. നന്നായതിനു ശേഷവും എന്തിനാടാ അങ്ങോട്ട് വരുന്നത്? ചെന്നായ കാടിനെ കിട്ടിയ വൃദ്ധ എടുത്തു. ഇവൻ ഇങ്ങോട്ട് വന്നില്ലേ, ഇനി അവൻ വലിയേട് തന്നെ. എന്താടി പിള്ളേർക്ക് പറ്റിയത്? നീ എന്താണ് ഇവർക്ക് കൊടുത്തത്? എടി ബന്ധബുദ്ധി, അത് എലിക്ക് വേണ്ടി വാങ്ങി വെച്ചതാ. അങ്ങനെയാണോ മോനെ? സാരല്ലട കൂട്ട, പോട്ടെ. എടാ മോനെ സൂര്യ, എന്തിനാടാ ഇങ്ങനെ എലിക്ക് വെച്ചതൊക്കെ വാങ്ങി കഴിക്കുന്നത്? നിനക്കെന്താ ഇവിടെ കഴിക്കാൻ വേറെ ഒന്നുമില്ലേ? കരയല്ലടാ മക്കളെ, കരയല്ലേ. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടിയല്ലടാ ജീവിക്കുന്നത്. എടി ഇങ്ങോട്ട് വന്ന് നോക്കിക്കേ, എന്റെ വായിന്ന് ചോര. നാളെ പുലരുന്നതിന് മുമ്പ് ആരെങ്കിലും ഒരുത്ത ചോര ഛർദിക്കും. സാറേ, ഗുഡ് മോർണിംഗ്. സാർ. സർ. എടോ പ്രദീപേ. സാറേ. ആ ചുരുട്ടിനെ വിട്ടേക്ക്. ശരി സാർ. സാർ, ചായം കടിയുമായിട്ട് പറ്റ സാർ. ചുമ്മാ ഇരിക്കാൻ എന്താ തരണ്ടേ? രാഘവേട്ടാ, ഗണപതി ഹോമം ചെയ്യാൻ എനിക്ക് പരിചയമുള്ള ഒരു പോറ്റി ഇവിടെ അടുത്തുണ്ട്. വന്ന് എന്നെ ഒന്ന് കാണാൻ പറയാം സാറേ. ആ ദേവന്മാരെയൊക്കെ ഒന്ന് ശരി സാർ. സമ്മതിക്കണം. സ്വാമി വരൂ.
ഉള്ള തെണ്ടിത്തരമൊക്കെ കാണിച്ചിട്ട് ഇറങ്ങി വരുന്ന കണ്ടില്ലേ? നിന്നോട് ആരാ പറഞ്ഞത്? അവിടെ തന്നെ ഇരിക്കേ. സ്വാമി, ഞാനും ഭക്തിയുള്ള കുടുംബത്തിൽ നിന്ന് തന്നെയാ. എല്ലാ വർഷവും പളനിയിലേക്ക് മാലയിട്ട് പോകാറുണ്ട്. എനിക്കിട്ട് തന്നെ വേണമായിരുന്നു ഇത്. സ്വാമി പോയിക്കോളൂ. പോകുമ്പോ കൂടത്ര ഒന്ന് എടുത്തോണ്ട് പോണേ. സുഖമായിട്ടിരിക്കും. പെട്ടെന്നെടുത്ത ഞാൻ ഛർദിക്കും. ഒരാഴ്ച കഴിഞ്ഞെടുക്കാം. എങ്കിൽ ഞാൻ പോട്ടെ. ശരി സ്വാമി, നന്നായിരിക്കും. സന്തോഷം. പോയിട്ട് വരൂ. സ്വാമിയോട് പറഞ്ഞ പെട്ടെന്ന് എടുപ്പിക്കണം. ശരി ബൈ. എന്റെ ദൈവമേ, രക്ഷപ്പെട്ടു. സ്വാമി, ഇനി കടയിലേക്ക് ഇങ്ങനെയുള്ള സാധനം ഒന്നും കൊണ്ടുവരരുത്. നിങ്ങൾ കാരണം എന്നെ അകത്താക്കി. അത് കള ജാമ്യം ഇല്ലാതെ പുറത്തു വന്നില്ലേ? പിന്നെന്താ? പ്രദീപേ, ആരാടാ ഒറ്റി കൊടുത്ത്? വേറെ ആരാ സ്വാമി? നിങ്ങൾ നാട്ടുകാർക്ക് മുഴുവൻ മന്ത്രവാദം ചെയ്യുന്നു. നിങ്ങളുടെ മരുമകൻ നിങ്ങൾക്ക് ചെയ്തു. എടി കൂതരെ, ഞങ്ങളെ ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ലേ? അറിയോ? അവൻ ചെയ്ത ജോലിക്ക് അവനെ ഞാൻ പുറത്താക്കേണ്ടതായിരുന്നു. ഇപ്പൊ മാത്രം എന്താ ജീവിക്കാണോ? അകന്നല്ലേ നിൽക്കുന്നത്? കഴിവേറെ മോളെ, നീ എന്താ എന്നോട് തർക്കുത്തരം പറയണോ? തളപ്പ് കൂടിയിരിക്കാനല്ലേ മാധവന്റെ മകൻ ചുരുട്ടസ്വാമിയുടെ മരുമകൻ എന്ന് പറഞ്ഞ അവൻ എല്ലാരും വിട്ടുവെച്ചിരിക്കുന്നത്. അവനാണ് പോലീസുകാർക്ക് ഒറ്റി കൊടുത്തതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവനെ തുണ്ടമാക്കി ഇവിടെ തന്നെ കുഴിച്ച് മൂടിയനെ ഞാൻ. അച്ഛാ, നമ്മുടെ ചേട്ടൻ പോലീസായാലും എന്നാ ഇപ്പൊ? അങ്ങനെ പറഞ്ഞു കൊടുക്കടി നിന്റെ അച്ഛന്. അല്ല അമ്മവോ, കള്ളന്റെ മുൻ പോലീസ് ആവാൻ പാടില്ലേ? പെണ്ണെ, നിനക്കിതൊന്നും പറഞ്ഞാ മനസ്സിലാവത്തില്ല. പൂച്ചയ്ക്കും പട്ടിക്കും കൂട്ടുകാരാകാൻ പറ്റുമോ? ഏയ്, നമുക്കും ആ കാക്കിട്ടവന്മാർക്കും പാരമ്പര്യ വൈരാഗ്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പോലീസിനാണ് ആദ്യത്തെ അക്യൂസ്ഡ്. ഓ, വല്ലേ സായിപ്പ് വന്ന് കിടക്കുന്നു. വെള്ളം തന്നെ. എന്തിനാ അമ്മാവ അദ്ദേഹത്തെ എപ്പോഴും വഴക്ക് പറയുന്നത്? നിനക്കറിയില്ല, ചെറുപ്പത്തിൽ തന്നെ നിനക്ക് അവനും അവനെ നിനക്കും എന്ന് പറഞ്ഞ് ഞങ്ങൾ ഉറപ്പിച്ച് തീരുമാനിച്ചതായിരുന്നു. നിന്റെ അച്ഛന്റെ പേര് നോക്കുന്ന വിചാരിച്ച്. ഇവനാണെങ്കിൽ കാശിന് കൊള്ളാത്തവനും. ഇവിടെ ആരാ സിദ്ധാർത്ഥൻ? കത്ത് വന്നിട്ടുണ്ട്. തപാൽ എന്റെ അടുത്ത് തന്നോളൂ. അങ്ങനൊന്നും തരാൻ പറ്റില്ല. ഇത് സർക്കാരിന്റെ കത്താ, രജിസ്റ്റേർഡ് കത്താ. എന്റെ അടുത്ത് തരാതെ വേറെ ആർക്കാണാവ കൊടുക്കാൻ പോന്നെ? സിത്തന്നെ ഞാനിപ്പോ പകുതി ഭാര്യ, പിന്നെ മുഴുവനാവും. ആ ലെറ്റർ ഇങ്ങ് താ. എന്റെ മരുമകളാ, കൊടുത്തേക്ക്. കയ്യടകളാണോ ഒപ്പാണോ? 7 വരെ പഠിച്ചത് എന്തിനാണാവോ? കൊണ്ടു കൊടുത്തേക്കണേ, സർക്കാർ കാര്യമാണ്. അയ്യോ, എന്താ മയി, ഇംഗ്ലീഷിലാണല്ലോ. ആ, അത് ഗവർണറുടെ അടുത്തുനിന്ന് വന്നതായിരിക്കും. ചെലപ്പോ അവ സ്കൂൾ ഡ്രൈവറിന്റെ അടുത്തുണ്ടാവും. അവിടെ ചെന്ന് കൊണ്ട് കൊടുക്ക. എടാ, അധികം അകത്തോട്ട് പോലെ ആമനിന്റെ സ്വത്തില്ലതാ. ഞങ്ങളൊക്കെ മുതലേ മുറുക്ക് പോലെ കടിക്കുന്ന. ഹലോ മാഷേ. എന്താടി? നോക്കിപ്പോ, കയ്യില് അഴിഞ്ഞു പോണ്ട. അഴിഞ്ഞാലെന്താ? ഇവനെന്താ അമലപ്പോടാ? നീ എന്താ ഇവിടെ? ഇവന്മാരുടെ ഒപ്പം ഒട്ടും നാണയില്ലാതെ കളിക്കുക. ആണുങ്ങള് കുളിക്കുന്നിടത്ത് നിനക്കെന്താ ജോലി? നീ എന്തിനാ എങ്ങോട്ട് വന്ന? ആദ്യം അത് പറ. അവിടെ സാക്ഷി പറഞ്ഞത് നീയാണെന്ന് എല്ലാരും കളി തുള്ളിയിരിക്കുക. അതൊന്നും അറിയാതെ ഇവിടെ വന്ന് കളിക്കാണോ? പോസ്റ്റ്മാൻ വന്നിരുന്നു, ഈ കത്ത് കൊടുക്കാൻ പറഞ്ഞു. എവിടെ നോക്കട്ടെ. എന്താ ഒരു ലെറ്ററൊക്കെ? SA എക്സാമിന് ഞാൻ പാസ്സായടാ. തടുപ്പത്ത് 2 പിടിപ്പിക്കാന്ന വിചാരിച്ചേ. ഇന്ന് മുഴുവൻ ചെലവ് നിന്റെ വകയാളിയാ. എന്റെ ചേട്ടൻ ഇനി ഇൻസ്പെക്ടർ ആയിട്ടില്ല, അപ്പോഴേക്ക് ഓസ് ഓടിക്കാൻ വന്നു. എന്റെ ഭാവി ഭർത്താവിന് വേണ്ടി ഞാൻ തന്നെ ഫുള്ള് വാങ്ങിച്ചു തരാം. വലിയ തോട്ടെടുക്ക്. ഇവൻ SA ആയി കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാം. ഇങ്ങോട്ട് താടാ. എന്താടാ ചോദിച്ചത് ഞാന്. ഇതെന്താടാ ഇത്രയും തിരക്ക്? അതെ അളിയാ, ഉത്സവപ്പറമ്പ് പോലെയാ. നാളെ കട ലീവാ അളിയാ. ഇങ്ങോട്ട് നോക്ക്. ഇവിടുത്തെ ഒരു ക്വാർട്ടർ പോലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ ഇവിടെ നിക്കളിയാ. വാടാ, നമുക്കൊന്ന് പോയി നോക്കാം. ആരാണ് അളിയന്മാരുടെ മേലെ കൈവച്ചത്? ശേഖർ, ഒരു പ്രശ്നമില്ലടാ.
2 ഫുള്ള് മാത്രം തന്നാ മതി. എന്താ ചേട്ടത്? ഇവന്മാർക്ക് വേണ്ടി ഇത്ര ഒരു വലിയ കലാപം ഉണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ? പോലീസ് ആവാനുള്ള മോഹം വെച്ച് ഈ തെണ്ടികളുടെ കൂടെ വെറുതെ കറങ്ങേണ്ട വല്ല കാര്യമുണ്ടോ? ഡാടാ എന്താടാ ദേഷ്യപ്പെടല്ലേ, എന്നാ കാശ് ഒന്ന് എടുത്ത. നല്ലത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നേരെ വലിയ ചേട്ടനെ ഞാൻ പറയുന്നില്ല, ചേട്ടന്റെ കൂടെ നടക്കവന്മാരെ കുറിച്ച് ഞാൻ പറഞ്ഞത്. നിങ്ങൾ നന്നാവെന്ന് വിചാരിച്ചാലും അവന്മാരെ തന്നെ വെറുതെ വിടില്ല. വൃത്തിയായിട്ട ബുദ്ധിയാണ്. നിങ്ങളൊക്കെ പോലീസായി, നല്ലത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നേരെ വലിയ അളിയ ആ കടക്കാരൻ ശേഖറുണ്ടല്ലോ, അവൻ എന്നെ നാണം കെട്ടു. അളിയ അവൻ മാത്രല്ല, എല്ലാരും നമ്മുടെ കൂട്ടുകെട്ട് കേട്ടിട്ട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അലിയ കാര്യം എന്തൊക്കെ ആണെങ്കിലും ദൈവ ആട്ടിന് ഇത്ര പോലെയല്ലേ വാല് വെച്ചിട്ടുള്ളൂ. ദൈവം അല്ലടാ അളന്നത്, അധികാരത്തിലുള്ളവരുണ്ടല്ലോ അവരാണ് ചെയ്തത്. നീ പോലീസായ നിനക്ക് മാത്രല്ലടാ, പാവപ്പെട്ടവരായ ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനം ഉണ്ടടാ. പറയുന്നത് സത്യാടാ. നിന്റെ അച്ഛനാവട്ടെ നിന്റെ അമ്മാവനാവട്ടെ ആരും പ്രശ്നം ഉണ്ടാക്കിയാലും നീ ഇതിന് മാറരുത് അളിയ. ആ മലദൈവം നിന്റെ കൂടെ ഉണ്ടാവും അളിയ. നീ കാക്കി കുപ്പായം ഇടണം. ഇപ്പൊ ഈ സാധനം ഒഴുക്കി അളിയ ഇന്ന് അടി നന്നായിട്ട് പിടിപ്പിക്കും. പാവപ്പെട്ട ഞങ്ങൾ ഈ കാട്ടുവാസികൾ പാർലമെന്റ് കൂടി എന്റെ പാട്ട് കേക്കുമോ? പാവപ്പെട്ട ഞങ്ങൾ ഈ കാട്ടുവാസികൾ പാർലമെന്റ് കൂടി എന്റെ പാട്ട് കേക്കുമോ? കാലങ്ങളായി ഞങ്ങൾ ഈ ആദിവാസികൾ ആടും പശുവും ചേർന്ന് ഞങ്ങളെല്ലാവരും ഒന്നായല്ലോ. പേരും അറിയാത്തോരാ ഞങ്ങൾ, ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ലല്ലോ നിങ്ങൾ. ഈ ഞങ്ങൾക്കൊരു ജീവിതം വേണം. ഈ കാടും മലമേടും ഒരു വേട്ടക്കളമായി മാറി. ചെറുതേനെടുത്തവന്റെ കാര്യം കട്ടപ്പുകയായി വിനയെ വിതച്ചവൻ വിനയെ കൊയ്യൂ. കാട്ടു പറവകൾ കൂട്ടിൽ അകപ്പെട്ടു, ആദിവാസികളും അഗതികളായി പോയി. ഞങ്ങളുടെ പാടങ്ങൾ എവിടെ പോയി? കാശുകാരൻ വീടു കെട്ടാൻ തട്ടിയെടുത്തു. കാട്ടിലുള്ള മരങ്ങളെല്ലാം എവിടെ പോയി? നാട്ടിലുള്ള തമ്പ്രാക്കന്മാർ തട്ടിയെടുത്തു. ഇതിൽ നീതിയും ന്യായമെവിടെ? ഇത് ചോദ്യം ചെയ്യാൻ ഇവിടെ ആരുണ്ട്? ആർക്കും നാണോ മാനമില്ലേ? ഈ നാടും മണ്ണും കാടും മേടും എന്നും ഞങ്ങളുടെ സ്വന്തം മല്ലിടയാടിയവൻ മൃഗം പോൽ ജീവിക്കുന്നു. വീരന്റെ ജീവനോ വൃദ്ധാവിലാകുന്നു. പച്ചയായ മനുഷ്യനോ വിഷപ്പോടെ മല്ലിടും. പാരമ്പര്യം മറന്നു പരദേശിയാകുന്നു. എനിക്കുമുണ്ടൊരു ചെറിയ കനവ്, നിറവേറ്റാൻ ഒരു മനസ്സുമുണ്ട്. കാട്ടിൽ പിറന്നാലും ഞങ്ങൾക്കും മോഹിക്കാം നല്ലൊരു ജീവിതം കെട്ടിപ്പടുത്താൻ. എനിക്കുമുണ്ടൊരു ചെറിയ കനവ്, നിറവേറ്റാൻ ഒരു മനസ്സുമുണ്ട്. കാട്ടിൽ പിറന്നാലും ഞങ്ങൾക്കും മോഹിക്കാം നല്ലൊരു ജീവിതം കെട്ടിപ്പടുത്താൻ. പിടിവിടില്ല ഉളിയൻ കൊമ്പ്, കയ്യിൽ നിധിയില്ലാതെ തിരികെ വരില്ല ഞാൻ. അണിഞ്ഞാൽ കാക്കിയും തൊപ്പിയും നാടിനായി പൊരുതും ഞാൻ. തൊട്ടെല്ലാം പൊന്നായി മാറുമെടാ. വേട്ടയാടിയവൻ മൃഗം പോൽ ജീവിക്കുന്നു. വീരന്റെ ജീവനോ വൃദ്ധാവിലാകുന്നു. പച്ചയായ മനുഷ്യനോ വിഷപ്പോടെ മല്ലിടും. പാരമ്പര്യം മറന്നു പരദേശിയാ.
പാവപ്പെട്ട ഞങ്ങൾ ഈ കാട്ടുവാസികൾ. സാധനങ്ങളൊക്കെ പിരിച്ചു വെച്ചു, ഇനി കച്ചവടം കൊണ്ട് തുടങ്ങാം. എല്ലാം കൂടി ചേർന്ന് നോക്കുമ്പോ സ്വാമി, കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ കാര്യം എന്തായി? കഴിഞ്ഞ മാസം ഞാൻ പറഞ്ഞതല്ലടാ, അത്ര പെട്ടെന്ന് അങ്ങ് നടക്കൂടാ. സെൽഫോൺ 60 ഉണ്ട്. കമ്പ്യൂട്ടർ 12 ഉണ്ടല്ലോ. 24 കമ്മല് 24 കമ്മല് ഉണ്ടല്ലോ. 7 ചെയിന് ഉണ്ട്. 12 മോതിരം, 6 ജോഡി വള, 150 പേഴ്സുകള്, 4 ബൈക്ക്. അല്ല സുന്ദര, ബൈക്കൊക്കെ ആക്രി കടയില് കൊടുത്തിട്ടില്ലേ? ഇന്നലെ കൊടുത്തുവിട്ടല്ലോ. 6,53,000 പൈസയുണ്ട്. ഇപ്രാവശ്യം കുറവാണ്. പിന്നെ പണ്ടങ്ങളും സാധനങ്ങളും സമയത്ത് പങ്കിട്ട് കൊടുത്തില്ലേ? ഇനി ഇതൊക്കെ വിറ്റാലേ കാശുള്ളൂ. അല്ല, മൈഥിലിയുടെ കണക്കിലൊന്നും വന്നില്ലല്ലോ. ഞാനിവിടെ ഉണ്ട്, ഛർദിയായിരുന്നു, അതാ പോകാഞ്ഞത്. അച്ഛാ, മൈഥിലിയുടെ വീട്ടിൽ ആരും ജോലിക്ക് പോയിട്ടില്ലെന്ന്. പോയാലും പോയില്ലെങ്കിലും പങ്കൊന്നു തന്നെ കൊടുക്കുമോളെ. അല്ല, കയ്യാമ്മ വയർലെസ്സും കണക്കിൽ വന്നില്ലല്ലോ. അത് പോലീസ് സ്റ്റേഷനിൽ അടിച്ചു മാറ്റിയതാ. അതെന്തിനാ? അത് അവിടെ തന്നെ കൊണ്ടുപോയിട്ടോ. എന്തിനാ ചേട്ടാ സിനിമ പെട്ടിയൊക്കെ കൊണ്ടുവന്നത്? ഇത് വിൽക്കാവുന്നതല്ല മോളെ. 10 ദിവസം മുമ്പേ സേലത്തിന് ചെന്നൈയിലേക്ക് തീവണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ അപ്പോഴാണ് ഈ പെട്ടി കണ്ടത്. പ്രേംനസീർ അഭിനയിച്ച പട അലിബാബയും 41 കള്ളന്മാരും. നമ്മുടെ സ്വാമിക്കും നമ്മുടെ ജനങ്ങൾക്കും വളരെ ഇഷ്ടപ്പെട്ട പട. അതാ അടിച്ചു മാറ്റിയത്. എന്ത് കൊണ്ടുവരണമെന്ന് ഒരു വകതിരിവ് വേണ്ടടാ. അത് കാണാനുള്ള മെഷീൻ എവിടെടാ? അടുത്ത പ്രാവശ്യം അത് അടിച്ചു മാറ്റാൻ സ്വാമി. ശരി ശരി, ഈ പെട്ടി എടുത്താൽ ശരി മോളെ. ഒന്ന് പോക്കേ. എടാ, തലയിൽ പേനോ ഇരുന്നോ നോക്ക്. സാറാണ് നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി അൻവർ റഷീദിന്റെ PA മന്നാറ് മത്തായി. കാര്യം പറയേ. സാറേ, ഒരു 10 ദിവസം മുമ്പേ നമ്മുടെ മന്ത്രി പ്രസിഡന്റായി കാണാൻ വേണ്ടി അലിബാബ 41 കള്ളന്മാരെ പടപ്പെട്ടി സേലത്തിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ട്രെയിനിലാണെങ്കിൽ ആരും അത് അടിച്ചു മാറ്റി കൊണ്ടുപോയി. സാർ അത് അവിടെ ഇവിടെ അന്വേഷിച്ച് ഒടുവിൽ തൃശ്ശൂർ MG റോഡിലേക്ക് പോയി. അവിടെ ഇവന്മാരെ പൊക്കിയപ്പോ കുന്നുംപുറത്തുള്ള ആൾക്കാരാണ് അത് അടിച്ചു മാറ്റിയിട്ടുണ്ടാവാന്നാണ് ഇവന്മാര് പറയുന്നത്. അതുകൊണ്ടാണ് സാർ ഇതിനു വേണ്ടി സാറിനെ വിളിക്കേണ്ടി വന്നത്. ഒന്നായി സാറേ, പറയുന്ന കൊണ്ടൊന്നും തോന്നരുത്. ഇവരൊന്നും നിസാരക്കാരല്ല, വലിയ മന്ത്രവാദി മാൻഡ്രേക്ക് ഗ്രൂപ്പാ. ഇപ്പൊ ആരെങ്കിലും പഴയ പടമൊക്കെ ഫിലിമിൽ കാണുമോ സാറേ? നസീറിന്റെ പടത്തിന്റെ DVD കിട്ടുന്നില്ലേ? അത് ഞങ്ങൾക്ക് അറിഞ്ഞൂടെ? ഞങ്ങൾക്ക് ആ ഫിലിം പെട്ടി തന്നെ വേണം. സ്റ്റേറ്റിലെ ആ ഒരു പ്രിന്റേ ഉള്ളൂ. ഇവന്മാരുടെ ചങ്ങാതിമാരുള്ള സ്ഥലമല്ല അന്വേഷിച്ചു. ആ പെട്ടി എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കേ. അതുവരെ ഞാനിവിടെ ഉണ്ടാവും. ഇത് മേലത്തെ ഓർഡറാ, പെട്ടെന്ന് കണ്ടുപിടിക്കേ. ശരി സാർ. എനിക്ക് ടോപ്പ് തരാനായിട്ട് ഇറങ്ങിയേക്കുക. സാറേ, പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. ചില സമയത്ത് അല്പം വളഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ്. സാറിനത് അറിയാത്ത കാര്യമല്ല. അതുകൊണ്ട് കാലി നക്കാൻ പറയുവാണോ? എല്ലാരും കാക്കി കഞ്ഞിയിലിട്ട് അയൺ ചെയ്യുന്നേ, ഞാൻ കഞ്ഞി ഇഞ്ചിയിലിട്ട് അയൺ ചെയ്യുന്നേ. ഒന്ന് പോടോ. എടോ, എന്താടോ പോലീസിന്റെ വിസിലടി സൗണ്ട് കേൾക്കുന്നേ? എന്റെ മനസ്സിനൊട്ടും സമാധാനം ഇല്ലേ സാർ. എന്തോ ഒരു കുഴപ്പമുണ്ട്. ഒന്നിനും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. താനൊക്കെ എന്തിനാടോ കാക്കിയിടുന്നേ? പേടിയാണെങ്കിൽ ജോലി രാജിവെച്ചിട്ട് പോ. ഞാൻ പോയി എൻക്വയറി ചെയ്തിട്ട് വരാം. സാറേ, പോകണ്ട സാർ. സാർ, സാറേ പറഞ്ഞു കേക്ക്. പോകണ്ട സാർ. സാർ, താനൊന്ന് പോടോ, താന്റെ പണി നോക്കണോ. അയ്യോ അയ്യോ അയ്യോ
അയ്യോ അയ്യോ അയ്യോ അയ്യോ പ്രതിഭേ, എടാ പ്രതിഭേ, ഓടി വാടോ. ആരാണത്? ആരാണ് കല്ല് വെച്ചെറിഞ്ഞത്? ധൈര്യമായിട്ട് ഇറങ്ങി വാടാ. ആരോട് ബഹളം ഉണ്ടാക്കുന്നത്? പോയി നോക്കണു. നോക്കിട്ട് വരാം സർ. എന്താ? അച്ഛൻ പറയാതെ പോയത് കൊണ്ട് അമ്മ അച്ഛനെ അന്വേഷിച്ചോണ്ടിരിക്ക. ഞാൻ പിന്നെ വരാം, നീ പൊക്കോ. ശരി അച്ഛാ. ആരോടത്? കോൺസ്റ്റബിളുടെ മകനാ. വീട്ടില് പറയാതെ വന്നിരിക്കുന്ന തോന്നുന്നു. ശരി, ഞാൻ ഭയങ്കര ടയർഡായി. വീശാൻ വല്ലതും കിട്ടുമെന്ന് നോക്കി. ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ട് സർ. ഇതിനു മുമ്പുണ്ടായിരുന്ന സുൽത്താൻ സാറിന് പട്ടച്ചാര എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഞാൻ വേണമെങ്കിൽ അത് ലേശം കൊണ്ടുവരട്ടെ? ശരി, കൊണ്ടുപോവാ. ഓ, അടിപൊളി സാധന. ബ്രാൻഡിയും വിസ്കിയൊക്കെ മാറി നിൽക്കും. ഒറ്റമൂളി ഉപയോഗിച്ച് കാച്ചിയതാണേ. ഇതെന്താ അച്ചാറാടോ? മീനച്ചാറാണേ. കൊള്ളാടോ. പിന്നെ കല്ലുകൊണ്ട് ഇൻസ്പെക്ടറിന്റെ നെറ്റി എറിഞ്ഞു പൊട്ടിച്ചു. പിന്നെ എന്താ ഉണ്ടായേ? മരം കൊത്തുന്നത് പോലെ മണ്ട വരെ കൊത്തിവെച്ചിരിക്കുക. സാറേ, അവന്മാരെ പിടിക്കാൻ വേണ്ടി പുലിയെ പോലെ ആവേശം കാണിക്കാൻ പാടില്ല, കുറുക്കന്റെ പോലെ തന്ത്രം കാണിക്കണം. വാ സിദ്ധാർത്ഥ. നമസ്കാരം സാർ. സാറും നിന്നെ കാണാൻ വിചാരിച്ചോണ്ടിരിക്കുന്നു. സാർ. തലയ്ക്കെന്ത് പറ്റി സാർ? കക്കൂസിന് കാല് തെറ്റി വീണു. നിനക്ക് എന്താ വേണ്ടേ? സാർ, SI റിട്ടേൺ എക്സാമിൽ കഷ്ടപ്പെട്ട് എങ്ങനെയോ പാസ്സായി. ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ലെറ്റർ വന്നിട്ടുണ്ട്. ഇതാണ് സാർ. സാർ, ഇനി കുറച്ച് ദിവസത്തിനുള്ളിൽ SI സെലക്ഷൻ വരുന്നുണ്ട്. ലെറ്ററിൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് സാറിനെ കണ്ടിട്ട് പോകുന്നത്. അതെന്താ എത്ര തിടക്കം? സാർ, സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് സാർ കോൺടാക്ട് ലെറ്റർ തന്നാ. നോക്കട്ടെ. ഇതെന്റെ കോളേജ് സർട്ടിഫിക്കറ്റ്. പെട്ടെന്ന് ഇതെന്റെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്. SC താഴ്ന്ന ജാതി, ST വേറൊരു വിഭാഗം. എടോ സാർ, എന്താ അവിടെ 2 ജാതി സർട്ടിഫിക്കറ്റ്? ഇതിലേതാണ് ഒറിജിനൽ? സാർ, ശരിക്കും ഞങ്ങൾ ആദ്യ ഡ്രാവിഡറാണ്. പക്ഷെ സ്കൂൾ പഠിക്കുമ്പോൾ SC സർട്ടിഫിക്കറ്റാണ് കിട്ടിയത്. അത് വന്നപ്പോഴാണ് മനസ്സിലായ ജാതി തന്നെ മാറിപ്പോയിന്ന്. പിന്നീട് ഞാൻ SC സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു സാർ. എന്തിനാ മോനെ ഇല്ലാത്ത കഥയൊക്കെ പറയുന്നേ? ഇല്ല സാർ. ഏത് തഹസിൽദാരാ നിനക്ക് 2 സർട്ടിഫിക്കറ്റ് തരുന്നത്? സാർ, SC എന്ന് പറയുന്നത് ഒരു ജാതി വിഭാഗം, ST വേറൊരു വിഭാഗം. പക്ഷെ എനിക്ക് തോന്നുന്നത് ST ആകാൻ ഒരു ചാൻസുമില്ലെന്ന്. അതിരിക്കട്ടെ, ഈ 2ാമത്തെ സർട്ടിഫിക്കറ്റ് എങ്ങനെ കിട്ടി? സാർ, എന്റെ ഏട്ട മുഖാന്തരം വാങ്ങിച്ചതാ. പേര് ചാർലസ്. ഞാൻ ഓർത്തു ഇതിലെന്തെങ്കിലും കുലുമാല് കാണുമെന്ന്. സാർ, ഇപ്പൊ എന്താ ചെയ്യാ? ആദ്യം നീ ഏത് ജാതിയാന്ന് കൺഫേം ചെയ്തിട്ട് വാ. എടുത്തോണ്ട് പോ. ഇന്ന് പിടിച്ചോ. ഇന്ന് കൊണ്ടുപോ സാർ. പ്ലീസ് കൊണ്ടുപോടൂ. ഹേയ്, ഇവരെ പറഞ്ഞുവിട്. പോകാനല്ല പറഞ്ഞ്, പോലീസാകാൻ വേണ്ടി വന്നേക്കുന്നു. നമസ്കാരം സാറേ, പറയൂ. ഓക്കെ. RSSLC 8+2 അല്ലേ? 8+2 12 പാസ്പോർട്ട്. അതൊക്കെ റെഡിയാക്കാൻ സുഹൃത്തെ. ഡോക്ടറേറ്റോ? ആഫ്രിക്ക യൂണിവേഴ്സിറ്റി വേണോ, അന്റാർട്ടിക്ക യൂണിവേഴ്സിറ്റി വേണോ? നാളെ തന്നെ റെഡിയാക്കാം. വന്നോളൂ. ഓക്കെ സുഹൃത്തെ. നീയേ അന്റാർട്ടിക്ക യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് വായി പൊളന്ന് നിൽക്കുന്ന മാതിരി 2 ഹിപ്പോപ്പൊട്ടാമസിന്റെ ഫോട്ടോ അർജന്റാ മോളെ, പെട്ടെന്ന് റെഡിയാക്ക്. പാർട്ടി വരുന്നുണ്ട്. ഉടനെ ചെയ്യാം സാർ. ഇവിടെ കൊള്ളാമല്ലോ. പിന്നെ ബിഷപ്പ്, ചായ എങ്ങനെയുണ്ട്? വെരി നൈസ്. ഇവനെ SI ടെസ്റ്റ് പാസ്സായതാ.
ലോക്കൽ ഇൻസ്പെക്ടറുടെ സൈൻ വേണമെന്ന് പറഞ്ഞിട്ട് നേരെ സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്ത് സ്വാമിനാഥന്റെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചു. ജാതി സർട്ടിഫിക്കറ്റ് 2 കണ്ടപ്പോ അയാൾക്ക് കലിപ്പായി. നീ എന്തിനാ SC സർട്ടിഫിക്കറ്റ് കാണിച്ചത്? ST സർട്ടിഫിക്കറ്റ് കാണിച്ചു. ST ആദി ദ്രാവിഡർ എന്നുള്ള വകുപ്പേ ഇല്ലെന്നാ പറയുന്നത് അദ്ദേഹം. ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചെന്ന് വെറുതെ ഇരുന്നവനെ കുടിക്കല്ലോ നിങ്ങൾ. അതാണ് പ്രശ്നം. ഞാൻ വന്ന ഇൻസ്പെക്ടറോട് സംസാരിക്കാം. സാറേ, തെറ്റ് എന്റേതാ. സിദ്ധാർത്ഥന് SC സർട്ടിഫിക്കറ്റ് കൊടുത്തത് ഞാനാ. പാരമ്പര്യമായിട്ട് ഞങ്ങൾ ST ആണ് സാർ. സിദ്ധന്റെ ഭാവിക്ക് വേണ്ടിയാണ് സാറേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അതിനുവേണ്ടി നീ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കൂ? അല്ല സാറേ, അത് അപ്പൊ നിയമമൊക്കെ എന്തിനാ? സത്യം പറഞ്ഞ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് നിന്നെ വേണം പിടിച്ചകത്തിടാൻ. സാർ, ഇതുവരെ 65 ഡോക്ടറേറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. എത്രയോ പേർക്ക് എത്രയോ സർട്ടിഫിക്കറ്റ്സ് ഞാൻ മേടിച്ചു കൊടുത്തു. എന്ത് ഡോക്ടറേറ്റ് കൊടുത്തു? അതെ സാറേ. അതിരിക്കട്ടെ, ശരിക്കും നിന്റെ ജോലി എന്താ? ബോഡിയിൽ യൂണിവേഴ്സിറ്റി ഉണ്ട് സാർ. യൂണിവേഴ്സിറ്റി? അതെ സാറേ. ബോഡിയിലോ? അതെ സാറേ. അത് എവിടെയാടോ? സാർ, അവിടെ നമ്മുടെ വെട്രി തിയേറ്റർ ഇല്ലേ, ശരി. അതിന്റെ അടുത്ത ഷോപ്പിംഗ് കോംപ്ലക്സിൽ 4ാമത്തെ കട. കടയിലോ? അതെ സാറേ. സാറേ, വിസിറ്റിംഗ് കാർഡാ സാർ. ഓ, കാർഡൊക്കെ ഉണ്ടല്ലേ? അതെ സാർ. ഡോക്ടർ A. ചാർലി, MSc MPhil PhD. ഓ, നീ കൊള്ളാലോടാ. താങ്ക് യു സാർ. ഏയ്, ഇവിടെ തന്നെ ഇരിക്കും, ഞാൻ ഇപ്പൊ വരാം. ഹലോ ഹലോ മിസ്റ്റർ സ്വാമിനാഥൻ, താൻ എവിടെയാണ്? സാർ പറയൂ സാർ. എന്തെങ്കിലും ചെയ്തോ? സാർ ട്രൈ ചെയ്തോണ്ടിരിക്കുന്നേ. എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിട്ടുണ്ട്. മിനിസ്റ്റർ PA എന്ന് പറഞ്ഞാല് വലിയ മെനക്കേടുള്ള പണിയാ. നന്നായിട്ടൊന്ന് ഭക്ഷണം കഴിക്കാൻ പോലും വിടത്തില്ല. ടെൻഷൻ ആവില്ല സാറേ. അല്ലെങ്കിൽ നേരെ ഞാൻ അങ്ങോട്ട് വരട്ടെ? സാറേ, സാറൊന്ന് സമാധാനിക്ക്. അതാ ഞാനിപ്പോ അന്വേഷിച്ചോണ്ടിരിക്കുന്നേ. കഴിഞ്ഞിട്ട് സാറിനെ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി ശരി. ഡോക്ടറേറ്റ് ചെയ്ത ആ ആളെന്നെ. എല്ലാം ശരിയാവും, നീ സമാധാനിക്കേ. എന്നാ പിടിച്ചോ. എന്താണ് ഒരു വർത്താനം? അതെ സാറേ. നിന്നോട് പിന്നെ സംസാരിച്ചോളാം. ഓക്കേ സാറേ. ഏയ്, നീങ്ങ് വന്നേ. മോനെ, നീ നല്ല രീതി വരേണ്ട പയ്യനാ. നീ മേലേക്ക് ഉയരാൻ ആഞ്ഞു ശ്രമിച്ചാലും നിന്റെ പാരമ്പര്യം നിന്നെ കുറ്റവാളിയാക്കും. ഇതെല്ലാം അതിജീവിച്ച് പോലീസ് ആകാനുള്ള ഒരു സന്ദർഭം ഇത്. മന്ത്രിക്ക് ഇപ്പൊ വേണ്ടത് അലിബാബയും 41 കള്ളന്മാരുമുള്ള ഫിലിം പെട്ടി. അതേടോ, നമ്മുടെ നസീർ സാർ അഭിനയിച്ചതേ. അത് ട്രെയിനിൽ കൊണ്ടുവരുമ്പോൾ ആരോ അടിച്ചു മാറ്റിയത് നിങ്ങളുടെ നാട്ടുകാരാണെന്നുള്ള സീക്രട്ട് ഇൻഫർമേഷൻ കിട്ടി. നിങ്ങളുടെ നാട്ടുകാരാണെങ്കിൽ പോലീസിനെ കണ്ടാ തീർന്നു. സർ, അത് ഉണ്ടോ ഇല്ലയോ എന്നല്ലേ നോക്കണത്. അത് ഞാൻ നോക്കിക്കോളാം സർ. നോക്കിയാൽ മാത്രം പോരാ, കിട്ടുവാണെങ്കിൽ പെട്ടി കയ്യോടെ എടുത്തോണ്ട് വരണം. സാറേ, എന്താടാ എന്നും കഞ്ഞിയും ചമ്മന്തി തന്നതിന്റെ ബുദ്ധിമുട്ടിയാണ് സാർ. നാക്കിന്റെ രുചി മൊത്തം പോയി. ഇന്നെങ്കിലും ചിക്കൻ ബിരിയാണി തരാൻ പറയണം. ബിരിയാണി അല്ലേ? അതെ സാർ. ഞാൻ തന്നെ എന്റെ കൈ കൊണ്ട് വിളമ്പി തരാടാ. നീ വെയിറ്റ് ചെയ്യേ. ശരി സാർ. ഈ കാര്യം ഞാൻ ഉറപ്പായിട്ടും ചെയ്തുതരാം സർ. എന്റെ സർട്ടിഫിക്കറ്റിന്റെ കാര്യം. സർട്ടിഫിക്കറ്റ് അല്ല, ഒരു പ്രശ്നമാണോ? ഒരാളെ കൊതിട്ട് കൂളായിട്ട് കൂളിംഗ് ഗ്ലാസും വെച്ചിട്ട് കോർട്ട് വരുന്നു. അപ്പോഴല്ലേ നിന്റെ ഈ പെട്ടിക്കഥ. പ്രഷർ സഹിക്കാൻ പറ്റുന്നില്ല. വിറക് പെറുക്കാൻ പോയപ്പോ കേറിയതാ. തലവേദനിച്ചിട്ട് വയ്യ, ബസ് എടുക്കടാ. വേദനിച്ചിട്ട് വയ്യ, ബസ് എടുക്കടാ. തലവേദനിച്ചിട്ട് വയ്യ, ബസ് എടുക്കടാ. തലവേദനിച്ചിട്ട് വയ്യ, ബസ് എടുക്കടാ. വേഗം പോയി അടുത്ത ബസ് പിടിച്ചോ. അളിയ, നിന്റെ മാമൻ പ്രേതത്തിന്റെ കൂടെ ഭയങ്കര ബിസിയാണെന്നാണല്ലോ തോന്നുന്നത്. ഒരു പ്രേതം വേറെ പ്രേതത്തെ വരട്ടെന്ന് കണ്ടിട്ടുണ്ടോ? അളിയ, എന്റെ പെണ്ണകത്തുണ്ടോ? അവിടെ പെട്ടിയുണ്ടോ നോക്കിട്ടോ. നിനക്കും പാത കൂടിയതുപോലെ അഭിനയിക്ക്. കുടുങ്ങിയ ബോധം കേട്ടോ, മനസ്സിലായി? മണിച്ചിത്രത്താഴിന് വരെ ഞങ്ങളാ കഥ എഴുതി കൊടുത്ത്. ഇപ്പൊ കണ്ടോ എന്റെ പെർഫോമൻസ്? എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇവരെ കൊണ്ടുപോയി പാടാ. എന്താ മാഷിന്റെ അമ്മ മന്ത്രവാദം ചെയ്യുന്നത് കണ്ടില്ലേ? എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നിൽക്കും. ഏയ്, താലി കെട്ടിയില്ലെങ്കിലും നീ എന്റെ പകുതി ഭാര്യ തന്നെയാ. നിന്നെ തോളിൽ ചുമന്നുകൊണ്ട് പോകുന്ന കാണോ നിനക്ക്? എന്റെ അമ്മോ, എത്ര കാലത്തിന് ശേഷം എന്റെ ചേട്ടൻ ധൈര്യം കാണിക്കുന്നേ. എവിടെ ഒന്ന് കാണട്ടെ. ഏയ്, അതൊക്കെ പിന്നെ നോക്കാം നമുക്ക്. പിന്നെ ഇവിടെ ഏതെങ്കിലും സിനിമയുടെ പെട്ടി വന്നിട്ടുണ്ടോ? അതന്നെ അലിബാബയും 41 കള്ളന്മാരും. നമ്മുടെ നസീർ അഭിനയിച്ചില്ലേ ആ പടം. അതാണോ കാര്യം? പട്ടിയുടെ വാല് വെറുതെ ആടില്ലല്ലോ. അപ്പൊ എന്നെ കാണാനല്ല, പെട്ടി എടുക്കാനേ വന്നത്. പെട്ടി ഇവിടെയാണോ ഉള്ളത്? പെട്ടി ഇവിടെ ഉണ്ടോ? ഒന്ന് നിക്ക് മാഷേ. എന്റെ അച്ഛൻ വെച്ചിരിക്കുന്ന പെട്ടി ഇങ്ങനെ പകൽ സമയത്ത് കൊണ്ടുപോയ ആൾക്കാർ കാണില്ലേ? മാഷു പൊക്കോ, അത് ഞാൻ കൊണ്ടുവന്ന് നീ തരാം. കൊണ്ടുവരുന്ന ഉറപ്പാണോ? നിന്നെ ഞാൻ ഈ ശരീരത്തിനും പിടിച്ച് ഈ കുപ്പിയിൽ നിറയ്ക്കും. നിന്നോടാ പറയുന്നത്. വേഗം പോ, ഓടിപ്പോ. പോകാൻ എന്നോട് കളിക്കരുത്. പോകാൻ. പോകാൻ.
ഡാ മുത്തു, സ്ക്രൂ ഡ്രൈവർ അഭിനയിച്ച് കലക്കുന്നുണ്ടല്ലോ. അഭിനയല്ല അളിയ, ശരിക്കും അടി മേടിച്ചോണ്ടിരിക്ക. നിന്റെ അമ്മാവൻ അവന്റെ കൈകാലം കളിയെന്നാ തോന്നുന്നേ. അവന്റെ കഥ ഇന്നത്തോടെ കഴിയും. പെരിച്ചാടിയെ പിടിക്കാൻ നിന്നെ ബലി കൊടുത്തല്ലോ അളിയ, എന്നെ ക്ഷമിച്ചേക്ക്. ഡാ നമുക്ക് പോവാം. We declare the Doctor of Humanity under the honorary FASA by the Antarctican University to Mr. Swaminathan. We are very proud to give the certificate. താങ്ക് യു ബ്രദർ. വെൽക്കം. എനിക്ക് ഒത്തിരി സന്തോഷമായി. ഇതെന്റെ ഒരു ചിരകാല സ്വപ്നമായിരുന്നു. അതിനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ട്. താങ്ക്സ് സർ. ഒരേ ഒരു ഫോട്ടോ. പിന്നെ തീർച്ചയായിട്ടും. സുഹൃത്തെ ഇങ്ങോട്ട് വരൂ. സാറേ, ഞങ്ങളെ യൂണിവേഴ്സിറ്റിയില് നിങ്ങളെ ഒരു അതൊക്കെ എന്തിനാ ബ്രദർ, നീ എനിക്ക് ഡോക്ടറേറ്റ് മേടിച്ചെന്നില്ല, അത് മതി. കൂൾ ഡ്രിങ്ക്സ് കുടിക്കേ. ഇതാണ് ഞങ്ങളുടെ സ്റ്റേഷൻ, നല്ലോ കണ്ടോളൂ. ദിസ് ഈസ് വെരി സഫോക്കേഷൻ സ്റ്റേഷൻ സർ. ദിസ് ഈസ് ഹാൻഡ് ചെയിൻ, ദിസ് ഈസ് ലോക്കപ്പ്. അതെ സർ. ഹൂ ഈസ് ദ അക്യൂസ്ഡ് സർ? ടേക്കിംഗ് സ്ലീപ്പിംഗ്. അതെ സർ. Amen. Hey, senior citizen man, I want to see you, man. എടാ നീയേ പീറ്റർ അല്ലേ? മറ്റുള്ളവർക്കെല്ലാം 10,000 രൂപയാണ്. എനിക്കൊരു എമർജൻസി വർക്കുണ്ട്, എത്രയും പെട്ടെന്ന് പോയേ പറ്റൂ. ഞാൻ പോവാണ്. ശരി, ഓക്കെ സാറേ. ബിഷപ്പ് ഭയങ്കര ബിസിയാ. ഞാൻ പിന്നെ വന്ന് സംസാരിക്കാം. എവിടൊക്കെ പോണേ? നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞവരല്ലേ, എന്നെ മറന്നു. ഒന്ന് നിക്ക് സാറേ, അവൻ എന്റെ പഴയ ജയിൽ കൂട്ടുകാരനെ. എന്താ, നിന്റെ കൂട്ടുകാരനോ? അതെ സാർ. എനിക്ക് ഡോക്ടറേറ്റ് നേടിത്തന്ന ബിഷപ്പാത്. ഏതൊന്നാ ബിഷപ്പ്? അളിയ, പെട്ടി എടുക്കാൻ പോയപ്പോഴേ നിന്റെ മാമൻ എന്റെ മുട്ട അടിച്ചു പൊട്ടിച്ചത്. ഇന്ന് വീട്ടിലെ ചാരായം, മൈ ഓൺ പ്രോഡക്റ്റ്. നിന്റെ കള്ള നീ എന്നെ കുടിച്ചോ, എനിക്കെന്തിനാ? വേണ്ടേ? എന്നാ നീ പിടിപ്പിക്ക, നമുക്ക് 2 പേർ കൂടെ ആവാം. അളിയ, നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ ചോരപ്പുഴ വരെ ഒഴുക്കും. അളിയ, സ്നേഹത്തിന് വേണ്ടിയല്ലടാ നീ അടി വാങ്ങിച്ചത്, നമ്മുടെ നാട്ടിന് വേണ്ടിയാ വാങ്ങിച്ചത്. അളിയന്റെ അഭിനയം തകർത്തല്ലോ. ഒരവസരം കൊടുത്ത് അവൻ തലേ വന്ന് കയറും. ഒന്ന് പോടാ. ആരാടെ വിസിലടിക്കട്ടെ? ഞാൻ പോയി നോക്കട്ടെ. എന്താ ഇത്? ഒന്ന് വേഗം വാ. ആരും കണ്ടില്ലല്ലോ. വേഗം ഇത് ഇറക്കി വെക്ക. അച്ഛൻ വീട്ടിൽ പാമ്പായി കിടക്കാം. ശരി ശരി. വേഗം. ഒന്ന് വേഗം എടുക്ക. താങ്ക്സ് ടു മോളു. നിങ്ങളുടെ താങ്ക്സ് നിങ്ങൾ തന്നെ വെച്ചോ. ഇതൊക്കെ നമ്മുടെ കല്യാണത്തിന് വേണ്ടി ഞാൻ കഷ്ടപ്പെടുന്നത്. ശരി, നീ വീട്ടിൽ പോ. ആദ്യം മാഷു പോ. നീ പോ. അതെ സാറേ. അതെ സാറേ, സാധനം ഇവിടെ ഉണ്ട് സാർ. ഞാൻ ഇപ്പൊ എത്തിയേക്ക് സാർ. ശരി സാർ. ഓക്കെ സാർ, താങ്ക് യു. കലിക്ക് കേട്ടോ. ഭയങ്കര ടെൻഷൻ ആയിരുന്നു. ഇപ്പഴാ ഒന്ന് റിലാക്സ് ആയത്. നിങ്ങളെ പ്രൊമോഷൻ കൺഫേം. ഹല്ലേലൂയ, സ്തോത്രം. സാർ, ഇദ്ദേഹം ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഒരു ജോലിയും ചെയ്യാതെ ഇവിടെ തന്നെ വെറുതെ ഇരിക്കായിരുന്നു. ഈ പെട്ടി കൊണ്ടുവന്നത് പോലും ആ പയ്യനാണ് സാർ. സാറേ, ഇയാളുണ്ടല്ലോ മറ്റവന്മാരെ കൃഷിയിൽ വിളവെടുക്കുന്ന ആളാണ്. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? സത്യം പറഞ്ഞ ആര് സാർ, അതൊന്നും കാര്യാക്കണ്ട. ഇവൻ നമ്മുടെ ആളാ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻഫോമറാ. പെട്ടി അടിച്ചിട്ട് പോയത് ഇവന്റെ ആൾക്കാരാ. അതുകൊണ്ട് തന്നെ മുള്ളുകൊണ്ട് ഇലയെടുത്തത്. വെരി ഗുഡ്. അനിയനെന്താ ചെയ്യുന്നേ? SI സെലക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. സൂപ്പർ. നിന്നെ പോലുള്ള ബുദ്ധിമാന്മാരാ ഇവിടെ ആവശ്യം. സാറേ, അനിയനെ കൂടെ നിർത്തിക്കോളൂ. വേണമെങ്കിൽ എഴുതി വെച്ചോ, ഭാവിയിൽ ഇവൻ തന്നെ ഈ സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ആയിട്ട് വരും. ഓക്കെ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി സാർ. സാറേ വരൂ. എന്റെ ലക്ഷ്യം സർക്കാരിനെ സേവിക്കാന്നാണ്. അതൊക്കെ കൊള്ളാം, പക്ഷെ രാഷ്ട്രീയത്തിലേക്ക് വരല്ലേ. അമ്മച്ചി, അടിക്കില്ലേ അടിക്കില്ലേ സാർ, എനിക്ക് വേദനിക്കുന്നു. അയ്യോ വേണ്ട വേണ്ട സാർ, എന്റെ എല്ലാം കീറി മുറിച്ചിരിക്കാണ് സാർ. എന്നെ വെറുതെ വിടണം, എന്നൊന്നും ചെയ്യില്ല സാർ. എനിക്ക് വയ്യ, വേദനിക്കുന്നു. ഈ പാവൊന്നും സാറിനെ വെറുതെ വിടത്തില്ല. ഈ പാവം ചെയ്ത സാറിനെ ദൈവം ശിക്ഷിക്കും, ഉറപ്പാ.
ഡോ, ആ ഇൻസ്പെക്ടർ ഒരു മന്ദബുദ്ധിയല്ലേ? ഇൻഫോമറെ വളർത്തിയെടുത്തേക്കുന്നു. അവന്മാരെല്ലാം കൈയും കാലും കെട്ടിയിട്ട് കൊണ്ടുവന്ന് ഉരുട്ടിയെടുക്കണം. ഞാൻ വന്നില്ലേ, ഇനി കണ്ടോ കളി. എടോ, ആഹാരകരാ? ഇവിടെ ഹോട്ടലൊന്നും ഇല്ല സർ. ചായക്കട ഉള്ളത് തന്നെ വലിയ കാര്യം. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വേണമെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരാം സർ. വിളിച്ച ഭഗവതി ഇതാ വന്നിരിക്കുന്നു. ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്ത് വേണമെന്ന് ചോദിക്കേ. വിശക്കുന്ന ചോറ് വേണം. മലമുകളിലെ ദൈവമേ, കാര്യങ്ങളൊക്കെ നന്നായി ചെയ്യൂ. നല്ല സമയം നോക്കി കന്യകയെ തൊടൂ. കിഴക്കേ മൂലയിൽ അതുവരെ ഇരിക്കൂ. എന്തൊരു കറിയാടോ ഇത്? ഇതാടോ കറി? മുട്ടനാടാണോ? ഓ, താൻ കഴിച്ചോ? ഞാൻ കഴിച്ചിട്ടാ സാറിന് കൊണ്ടുവന്നത്. ഹലോ, ആ പറയടി. ഇപ്പൊ കഴിച്ച് കൈ കഴുകിയുള്ളൂ. മട്ടക്കറിയാ? ക്വാർട്ടേഴ്സോ? ഇതുവരെ കണ്ടിട്ടില്ല. നീ നാളെ വരുമല്ലോ അല്ലേ? ആ ശരി. എടോ, ഒരു ഫിലിം പെട്ടിക്ക് വേണ്ടി മന്ത്രി വരണമെങ്കിൽ അതിലെന്തോ കാര്യമുണ്ട്. അതെ സർ, പെട്ടിയുടെ കാര്യം നാട് മുഴുവൻ അറിഞ്ഞു. This is a very precious metal. Rice pulling iridium, original machine. Now its value is $4,500 per gram in the market. Okay, we'll check it. Juliana, check it.
This is not an original ADM metal. This is just a duplicate piece. Sorry. ഡ്യൂപ്ലിക്കേറ്റോ? We'll just wasted our time here. Oh, that's a full waste of time. I think they are wrong people. ചെക്ക് ചെയ്യാതെ എടുത്തുണ്ടത് പണിയായോ? സാറേ ഞാൻ ചെക്ക് ചെയ്താ സാറേ കൊണ്ടുവന്ന്. ശരിക്കും കുടുക്കി. ഇതിന് ചുറ്റും ഇങ്ങനെ അരിയിട്ടാൽ ചില മണികൾ അതിലേക്ക് ആകർഷിക്കപ്പെടും. അതുകൊണ്ടാണ് ഇതിന് റൈസ് പുള്ളിംഗ് എന്ന് പറയുന്നത്. സൂപ്പർ സാർ, ഇതെങ്ങനെ ഉണ്ടാക്കിയേ? ഈ ഇടിയം ഉണ്ടാകാൻ പല കാരണങ്ങളുണ്ട്. അടിസ്ഥാനപരമായി ഇതൊരു ലോഹമാണ്. നമ്മുടെ നാട്ടിലുള്ള ക്ഷേത്രങ്ങളിലെല്ലാം ഇടിതാങ്ങി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ആ കലശം ലോഹമാണ്, പക്ഷെ അതിൽ ഇരിഡിയം മിക്സ് ചെയ്തിട്ടുണ്ട്. എങ്കിലേ ഇടി താങ്ങൂ എന്നുള്ളതുകൊണ്ടാ ആദ്യമൊക്കെ ഇതൊരു പ്രോസസ് വഴിയാണ് പിരിച്ചെടുത്തത്. ഇതിന്റെ പ്രയോജനങ്ങൾ നമ്മുടെ എന്തൊക്കെയാണ് സാർ? മുൻഗാമികൾ എഴുതാൻ വേണ്ടി പേനയുടെ അറ്റത്ത് ഇത് ഉപയോഗിച്ചിരുന്നു. ഇതിനും 0.25 സ്വർണത്തിൽ മിക്സ് ചെയ്താൽ അത് 100% കാരറ്റ് സ്വർണമാകും. അത് കാരണം സമൂഹ വിരോധികൾ ഇത് തെറ്റായ രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. മോഡേൺ സാറ്റലൈറ്റ് ഫോണുകളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. വിമാനത്തിന്റെ പുറത്തുള്ള കോട്ടിങ്ങിനും ഇത് ഉപയോഗിക്കാറുണ്ട്. അതുമാത്രമല്ല ഇതിന് പല ഔഷധ ഗുണങ്ങളും ഉണ്ട്. ഇത്രയും വിലപിടിപ്പുള്ള സംഭവം ഈ ഗ്രാമത്തിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് മുഖാന്തരമാണ് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയത്. സിദ്ധാർത്ഥ്, ഇങ്ങോട്ട് വരൂ. സാർ വരൂ. ഈ ഗ്രാമത്തിലെ പയ്യന് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥ് കാരണമാണ് ഇത് ഞങ്ങൾക്ക് കിട്ടിയത്. എങ്ങനെയാ സാർ ഇത് കിട്ടിയത്? എല്ലാത്തിനും കാരണം നമ്മുടെ ഇൻസ്പെക്ടർ സാറാണ്. മന്ത്രിക്ക് ചേരേണ്ട ഒരു സിനിമാ പെട്ടി കണ്ടുപിടിച്ച് തരാൻ പറഞ്ഞു. എന്നെ ആ ജോലി ഏൽപ്പിച്ചു. ഞാനും ആ ജോലി ചെയ്തു കൊടുത്തു. പക്ഷെ പെട്ടിനകത്ത് ഇതാ ഉണ്ടായിരുന്നെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നസീർ സാർ ഒരു പടത്തിൽ പറഞ്ഞിട്ടില്ലേ? എന്താ നസീർ സാർ? അതെ സാർ, അദ്ദേഹമാണ് എന്റെ സ്വപ്നത്തിൽ വന്ന് ഇത് മന്ത്രിക്ക് ചേരേണ്ടതല്ല, കൊണ്ടുപോയി സർക്കാരിന്റെ കയ്യിൽ തന്നെ ഏൽപ്പിക്കണമെന്ന് എനിക്ക് ഉത്തരവിട്ടു. ഞാൻ ഉടനെ തേനിക്ക് പോയി DSP സാറിനെ കണ്ടു. സാറാണ് ഈ ഏർപ്പാടൊക്കെ ചെയ്തത്. പൊതുമരാമത്ത് മന്ത്രി അൻവർ റഷീദ അദ്ദേഹത്തിന് വിവരം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ വരും. ഒന്നിങ്ങൊന്നേ. ഓ, എന്താണ് ഇയാള് പിച്ചും പേയൊക്കെ പറയുന്നത്? പറയുന്ന കാര്യങ്ങൾ DSPയുടെ ചെവി വരെ എത്തിയിട്ടുണ്ട്. അപ്പോ മന്ത്രി കഴിച്ച പെട്ടിയിൽ എന്തായിരുന്നു? കോഴിക്കോട് അൽവയും കായവറുത്തതായിരിക്കും. മന്ത്രി വന്നു സാറേ. ഒരേ ഒരു ചോദ്യം, ഈ ഇരിടയത്തിന് സാറിന് എന്താ ബന്ധം? ക്ഷമിക്കൂ, അത് പറയാൻ വേണ്ടിയല്ലേ ഞാൻ വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താ? എല്ലാവർക്കും നമസ്കാരം. വിലമതിക്കത്തക്ക ഇരീഡിയം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ കലശം. ഇതിനെ റിസർച്ചിന് വേണ്ടി കൊണ്ടുപോകുമ്പോഴാണ് ഇതിനെ മോഷ്ടിച്ചു കൊണ്ടുപോയത്. ഇപ്പം നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് വളരെയധികം ബുദ്ധിമുട്ടി ഇതിനെ തിരിച്ചു കൊണ്ടുവന്നത്. അവർക്കെല്ലാവർക്കും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. ഇനി ഇതിൻ്റെ റിസർച്ചൊക്കെ നമ്മുടെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് നോക്കിക്കോളും. സാറേ, ഇയാൾ അത് കണ്ടുപിടിച്ചത്. പേര് സിദ്ധാർത്ഥൻ. സിദ്ധാർത്ഥൻ, നീയാണോ കണ്ടുപിടിച്ചത്? അതെ സാർ, ഞാൻ മാത്രമല്ല സാർ, ഇൻസ്പെക്ടർ കുഞ്ഞിരാം സാറിന്റെ സഹായത്തോടെ ഞാൻ ചെയ്തത്. നമസ്കാരം, നന്ദി. എടോ, താനൊക്കെ ഏത് കോത്താഴത്തെ ഇൻസ്പെക്ടറാടോ? ഒരു സാധാരണ ഇൻഫോമർ എല്ലാ ജോലിയും ചെയ്തു തീർത്തു. എന്താ സംഭവിച്ചെന്ന് പോലും അറിയില്ല. എനിക്ക് ചീത്തപ്പേരാ. സാധനം സാറിന് കിട്ടിയില്ലേ? അവന്റെ കോപ്പില് അതാണല്ലോ ഇപ്പൊ മീഡിയയുടെ മുമ്പിൽ എല്ലാവരും മുമ്പിലും കാണിച്ചു കൊടുത്തത്. ഇതിപ്പോ സർക്കാരിന്റെ പ്രോപ്പർട്ടിയായി. ഇങ്ങനത്തെ ഇൻഫോമേഴ്സ് ആരും ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല. അവന്റെ കഥ തീർത്തേക്ക്. ഇല്ലെങ്കിൽ നിന്റെ കഥ ഞാൻ തീർത്തേക്കും. സാർ, എന്താണ് ഞാൻ ചെയ്തത്? അളിയ, ഇതാണ് ചിന്നപ്പത്തേവരി, ഇത് രാമനാരായണൻ. ഇവര് രണ്ടുപേരുമാണ് മൃഗങ്ങളെ വെച്ച് ഒരുപാട് പടം ചെയ്തിട്ടുള്ളത്. മനുഷ്യനേക്കാൾ മൃഗങ്ങൾക്കാണ് നന്ദി കൂടുതൽ. അതാണ് നന്ദി കാണിച്ചോണ്ട് പോകുന്നത്.
ചിച്ചു കുട്ട ചക്കര കുട്ട ഉപ്പനെ കണ്ട് പേടിക്കരുത്. വേഗം ആവട്ടെ. ആ സ്വർണ്ണ കിരീടം ഇങ്ങോട്ട് എടുക്ക്, ഇതിനകത്ത് വെക്ക്. വാ പോവാ പോവാ എന്റെ ചക്കര കുട്ടി. സ്വാമി നല്ല വിലപിടിപ്പുള്ള സാധന കിട്ടിയിരിക്കുന്നത്. വില ഉയർന്ന കല്ലുകളാ പതിപ്പിച്ചിരിക്കുന്നത്. സ്വർണ്ണാവണമെന്ന് നോക്കടാ. ശുദ്ധ തങ്കസ്വാമി. എന്നാ കലക്കി. എന്റെ മക്കളെ, ദയവേത് അത് മാത്രം എടുക്കരുത്. അത് ഇൻഫന്റ് ജീസസിന്റെ ക്രൗൺ ആണ്. പള്ളി പെരുന്നാൾ സമയത്ത് ഊര് ചുറ്റാൻ പോകുമ്പോ ഉണ്ണിയേശുവിന്റെ തലയിൽ വെക്കുന്ന കിരീടമാ. അല്ല എന്റെ വല്യമ്മേ, യേശുവിന്റെ തലയിൽ പണ്ടാ കിരീടം വെച്ചെന്ന് കേട്ടത്. ഇത് സ്വർണ്ണ കിരീടാണെന്ന് കള്ളം പറയാ. നിങ്ങളോട് നുണ പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ? അല്ലല്ല, കള്ളന്മാരാ. അത് കെട്ടിവെക്കടാ. കൊണ്ടുപോകരുത്. അപേക്ഷിക്കുകയാണ്. എല്ലാം നേർച്ച കാശാണ്. നാളെ ഭക്ഷണം വാങ്ങിക്കാൻ പോലും പൈസ ഇല്ല. ഒരു ദിവസം ആഹാരത്തിന് എത്ര കാശ്? 2500 രൂപ. എടാ, ഒരു 2500 രൂപ എടുക്ക്. ഇവിടുന്ന് മോഷ്ടിച്ച ദൈവം വിടില്ലെന്ന് ഞങ്ങൾക്കും അറിയാം. ഈ കാശെല്ലാം പാവപ്പെട്ട ജനങ്ങളിലേക്കാണ് പോകുന്നത്. എങ്കിലും സാരമില്ല, ഇത് ഞങ്ങളെ കാണിക്കാണ്. വെച്ചോളൂ. വരട്ടെ വല്യമ്മേ. എന്റെ കർത്താവേ, പോലീസിൽ അറിയിക്കരുതെന്ന് അയാള് പറഞ്ഞു. തലപ്പത്തുള്ളവരറിഞ്ഞ ആകെ പ്രശ്നാവും. ബിഷപ്പ് അറിഞ്ഞ കൊന്നുകളയും മോനെ. മദർ ഇത് കുടിക്കും. വേണ്ട മോളെ. മദർ ഇതെന്റെ ചേച്ചിയുടെ മോനാ, സ്ക്രൂ ഡ്രൈവർ. ഇവന്റെ കൂട്ടുകാരനാണ് അവൻ. വിഷമിക്കേണ്ട മദർ, നിങ്ങളുടെ സാധനം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. വിജയം കിട്ടും. ഓ വേഗം ജയിക്കും. പോ, ജയിക്കും. സ്വാമി, കടയുടെ ജനലൊക്കെ കുത്തി പൊട്ടിച്ച് കളവ് പോവാതിരിക്കാൻ കച്ചവടക്കാരുടെ വകയായി സ്വാമിക്ക് ഒരു 5 ലക്ഷം ഉറുപ്പിക ഇരിക്കട്ടെ. ജയം കിട്ടും, ജയം കിട്ടും. നമ്മുടെ പിള്ളേര് കടയുടെ അവിടേക്ക് വരരുതേ സ്വാമി. വരട്ടെ സ്വാമി. സ്വാമിക്കുള്ളത് ഞാൻ വേറെ കൊടുത്തു വിടുന്നുണ്ട്. പട്ടാളത്തിൽ ആളെ എടുക്കുന്ന പോലെയാ നിന്റെ മാമന്റെ ഓരോ പരിപാടികള്. വിജയിക്കും. അളിയ, അങ്ങോട്ട് നോക്കിയ നിന്റെ മാമനെ. വിജയിക്കും. കള്ളത്തരം കാണിച്ചോണ്ട് അനുഗ്രഹിക്കുന്നത് കണ്ടില്ലേ? എന്റെ മാമന്റെ കളി അവസാനിപ്പിക്കേണ്ട സമയമായി. നീ വാടാ. വിജയിക്കോടെ. പെട്ടെന്ന് പോടേ.
നിനക്കെന്താ പ്രായം വെച്ചോ? എന്തിനാടാ ഇങ്ങനെ ചെയ്തത്? അയ്യോ പാവി. അയ്യോ ചോര ഒലിക്കുന്നുണ്ടല്ലോ. അയ്യോ ചേട്ടാ. അളിയ ആ കിരീടം എടുത്തോണ്ട് പോയി മദറിന് കൊടുക്ക്. ഇങ്ങോട്ട് നാടോ. മാറ് മാറ് മാറ്. നമ്മുടെ ദൈവത്തെയല്ലേടാ നീ കൊന്നത്? എന്നാ മദർ കിട്ടിയോ മോനെ? കർത്താവേ, വളരെ നന്ദി, വളരെ നന്ദി. പിന്നെ മതി, ആദ്യം പൊക്കോളൂ മദർ, ആ പൊക്കോളൂ. കൊച്ചൻ എവിടെ? അവനെ കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാൻ. സാധനം കൈ കിട്ടിയില്ലേ, ഇപ്പൊ പൊയ്ക്കോളൂ. കേറിക്കോ. ഇതിനെ കുറിച്ച് നിങ്ങൾ കേറ് ആരും കേറ്, മിണ്ടി പോകരുത്. ശരിയൊക്കെ കേറ്. നാട്ടുകാരുടെ വീട്ടുകാരുടെ വൈരാഗ്യം പോരാത്തതിന് നീ ദൈവത്തിന്റെ ശത്രുത വാങ്ങിച്ചു എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? എന്തിനാണോ ഭാവി നീ എന്റെ വൈകിൽ തന്നെ ഒന്ന് പറഞ്ഞല്ലോടാ? കേട്ട് നന്നായിട്ടുണ്ട്. എന്താ സാബി, നാടിന്റെ തലവൻ നിങ്ങളല്ലേ? കുടുംബകാര്യത്തിന് സ്റ്റേഷൻ വരെ വരാമോ? കാലു കുത്തിയാൽ തന്നെ ഞാൻ തീട്ടിന് വെള്ളം തെളിക്കുന്നവനാ. സഹോദരിയുടെ മോനാണെന്ന് വിചാരിച്ചത് വലിയ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുക. ഇവന്റെ പേര് കേസ് കൊടുക്കാൻ വന്നതാ. കൊലക്കുറ്റത്തിന് കേസെടുക്ക്. FIR ഒക്കെ എന്തിനാ സാമി? വളർന്നു വരുന്ന പയ്യനല്ലേ? അളിയ, നമ്മള് നാട്ടുകാർക്ക് വേണ്ടി തർക്കിച്ച് വാദിക്കുന്നവരാ. നമ്മുടെ കുടുംബ പ്രശ്നത്തിന് വേണ്ടി ഇവിടെ തർക്കിക്കുന്നത് ശരിയല്ല. നമുക്ക് പോവാം. ചേട്ടാ, എന്തിരുന്നാലും അവൻ നിങ്ങളുടെ മരുമോനല്ലേ? ആരാടി എന്റെ മരുമകൻ? എന്നവൻ ആളുകളുടെ മുൻപിൽ വെച്ച് എന്റെ തല തല്ലി പൊളിച്ചോ? അന്ന് നമ്മുടെ ബന്ധം അവസാനിച്ചു. ഇനി നിങ്ങൾക്കും എനിക്കും യാതൊരു ബന്ധവും ഇല്ല, സ്വന്തവും ഇല്ല. നിനക്കും അവൾക്ക് നിശ്ചയിച്ച കല്യാണം ഞാൻ ഇല്ലാതാക്കും. പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്താ പോരെ? അതിനെ കൊള്ളി മുറിക്കേണ്ട കാര്യമുണ്ടോ അളിയ? പിന്നെന്താണോ? എനിക്കെന്താ നാണമില്ലെന്ന് വിചാരിച്ചോ താൻ? എന്റെ മോളെ ഇവന് കല്യാണം കഴിച്ചു കൊടുത്താലും അവനെ ഞാൻ കൊടുക്കില്ല. സാറേ, തന്ന കംപ്ലൈന്റ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നീ ഇങ്ങോട്ട് വാടി. ഹലോ, സാമി വലിയ ദേഷ്യത്തിലാണല്ലോ. നിങ്ങൾ പോയി അയാളെ സമാധാനിപ്പിക്കാൻ നോക്ക്. ചെല്ല്, വിട്ടോ. ഹലോ, കോൺവെന്റ് മോഷണം നടന്നാൽ ആദ്യം പോലീസ് സ്റ്റേഷനിൽ വരണം. നീ എന്തിനാ ഇതിൽ ഇടപെടുന്നേ? നീ എന്താ ജെയിംസ് ബോണ്ടാണോ? ഇല്ല സാർ, ആ കോൺവെന്റിലുള്ളവർ എനിക്ക് വേണ്ടപ്പെട്ടവരും അല്ലാത്തവരും മിണ്ടി പോരുത്. പോലീസിന് ജോലി ചെയ്ത് നീ എന്താ പോലീസാ? സർ സോറി സാർ. സർ സോറി സാർ. വാളിയ ആട്ടെ, അയാൾ എന്തിനാടോ ലാത്തി ഓടിച്ചേ? സാറേ, കൊള്ളി മുറിച്ചിട്ട അവരുടെ ജാതിയില് ബന്ധം അവസാനിച്ചു എന്നാണ് അർത്ഥം. അതിന് നിയമം കയ്യിലെടുക്കും അയാള്. നിന്റെ മാതിരി തല്ലിപ്പൊളികളുള്ളപ്പോ സർക്കാരിന്റെ മുതൽ ആര് നോക്കാനാ? ഇപ്പൊ നീ എന്തിനാടി കരഞ്ഞോണ്ടിരിക്കുന്നത്? നിന്റെ അച്ഛന്റെ കല്യാണത്തെയാണോ മുറിച്ചത്? മറ്റൊരുത്തിനെ കൂട്ടി വെച്ച് സംസാരിക്കുന്നത് എനിക്ക് ലജ്ജയുണ്ട്. പോരാത്തതിനെ കൊള്ളി മുറിച്ചിട്ട് വന്നിരിക്കുന്നത്. ഇത് നോക്ക് പെണ്ണെ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. ഇനി 3 ദിവസത്തിനുള്ളിൽ SI പോസ്റ്റിനുള്ള ഫിസിക്കൽ ടെസ്റ്റാ. അതിൽ എങ്ങനെയെങ്കിലും ഞാൻ വിജയിക്കണം. അതാണ് എന്റെ ലക്ഷ്യം. അതിനുശേഷം മതി കല്യാണം കാതുകുത്തും. പെണ്ണെ അവിടെ നിക്ക്. തൊട്ട് തൊട്ട് എൻ നെഞ്ചിലേ വിട്ട് വിട്ട് തുടിക്കുന്നു നീ എൻ നെഞ്ചിൻ പൂങ്കാവിലെ ഉദയമാകുമോ? തൊട്ട് തൊട്ട് എൻ നെഞ്ചിലെ വിട്ട് വിട്ട് തുടിക്കുന്നു നീ എൻ നെഞ്ചിൻ പൂങ്കാവിലെ ഉദയമാകുമോ? ആരോ പാടും പാട്ടിൻ നീളം നിന്നിൻ ചുണ്ടിലറിയാതെ നീ എൻ സർഗഗായികയല്ലേ? ആരോ പാടും പാട്ടിൻ ഈണം എന്നിൻ ചുണ്ടിലറിയാതെ കാട്ടിൽ മൂളും മൈനയെ പോലെ നീ എൻ മനസ്സിൽ മൂളുന്നല്ലോ.
തനനാനേ 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 നനനനനനനനനാനേ തനനാനേ നാനേ നനനാനേ നനനാനേ നനനനനനനനാനേ നനനാനേ നനനനനനനനനാ. കാമദേവൻ മനസ്സിനുള്ളിൽ ഏതോ വീണരെതിയാ ഞാൻ. കണ്ണാനിന്റെ പെണ്ണായി ഞാൻ കൂടെ എങ്ങും പോരട്ടെ. കാതോരമായി നീ എൻ കാതിൽ ചൊല്ലിയ മൃദുമരമോ കാറ്റാടിയായി പൊന്തൂവലായി എന്നോമലെ തഴുകാം ഞാൻ. എന്നെ വിട്ടു പോകല്ലേ നീ എന്നും അരികിൽ നിൽക്കണം. നിന്നെ വിട്ടു പോകില്ല ഞാൻ, അരികിൽ എന്നും നിൽക്കും ഞാൻ. എന്നുയിരെ എൻ ജീവനെ എന്നോമലേ തൊട്ട് തൊട്ട് എൻ നെഞ്ചിലെ വിട്ട് വിട്ട് തുടിക്കുന്നു നീ. നീ എൻ നെഞ്ചിൻ പൂങ്കാവിലെ ഉദയമാകുമോ? നീയൊരു വെള്ളരിപ്പാവ്, മിഴികൾ രണ്ടും താമര ഇതളോ, തേൻ ചുണ്ടിലലിയും പെണ്ണേ എൻ ജീവിതം. യുദ്ധത്തിന് പോകുമ്പോഴും മുത്തം തന്നു പോകൂ പ്രിയനെ. അത്തമയമാകും വരെ കാത്തു നിൽക്കും ഞാൻ. യുദ്ധത്തിനു പോയാൽ പോലും നിന്റെ രൂപം മനസ്സിൽ എന്നും. എൻ കഴുത്തിൽ നിന്നും കെട്ടി നിന്റെ കൂടെ കൂട്ടില്ലേ നീ. കാക്കിയിട്ടു ഇന്നു നിന്നെ കൂട്ടിലാക്കും ഞാൻ. തൊട്ട് തൊട്ട് എൻ നെഞ്ചിലെ വിട്ട് വിട്ട് തുടിക്കും നീ. നീ എൻ നെഞ്ചിൻ പൂങ്കാവിലെ ഉദയമാകുമോ? നാനേ നനനാനേ നനനാനേ നനനനനനനനാനേ നനനാനേ നനനനനനനനാ. നന്നായി വാ, വിഷമിക്കണ്ട. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല സ്വാമി. വാവ് വരുമ്പോഴാണ് അവളുടെ ശരിക്കുള്ള സ്വഭാവം കാണിക്കുന്നത്. മുരിങ്ങയിലെ പ്രേതാണെങ്കി 3 ദിവസം കൊണ്ട് പോകും. ആലിലെ പ്രേതമല്ലേ, അത് ആട്ടിയിട്ടേ പോകൂ. ഡാ, നിന്നെ കൊണ്ട് എനിക്കൊരു ഉപകാരം വേണമായിരുന്നല്ലോ, അതാ ഞാൻ നിന്നെ അന്വേഷിച്ചു. സ്വാമി, എന്താ സ്വാമി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സ്വാമിക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്തിരിക്കും. പറയണം സ്വാമി, അങ്ങേക്ക് വേണ്ടി എന്റെ ജീവൻ പോലും തരും. എന്റെ ഒരു ബന്ധുവാണ്, എന്റെ കുടുംബത്തിൽ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു. എന്റെ തല തന്നെ തല്ലിപ്പൊളിച്ചു. സ്വാമിയുടെ മേൽ കൈവച്ച ആളുടെ ജീവൻ എടുക്കാം. ജീവഹാനി ഉണ്ടാവരുത്. ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ അവനെ ഒരു മൂലയ്ക്ക് ഇരുത്തിയാൽ മതി. അങ്ങോട്ടാണ് പോകേണ്ടത്? അങ്ങോട്ട്. ചേട്ടാ, കുന്തുംപുറത്തേക്ക് പോയിട്ട് ബസ് കാണത്തില്ല. വരും. സ്ക്രൂ ഡ്രൈവർ, അളിയ അവരെ വിടരുത്, അടിക്ക്.
ആരാണ് നിന്നെ അയച്ചത്? പറയാൻ പറഞ്ഞില്ലേ കൊല്ലും ഞാൻ. ചുരുട്ട് സ്വാമിയാണ് നിന്റെ കൈയും കാലും ഓടിക്കാൻ പറഞ്ഞത്. മീനാക്ഷി ഒന്നും വന്നേ. എന്തോ ഇന്നാ ചമ്മന്തി അരക്കാൻ തേങ്ങ ചോദിച്ചില്ലേ? പെട്ടെന്ന് പോയി ചമ്മന്തി ഉണ്ടാക്കടേ, അല്ലെ പിള്ളേര് തിന്നു തീർക്കും. ആ പറഞ്ഞ ശരിയാണ്. മിനിസ്റ്റർ സാറേ. എന്താടോ വെറുതെ വലിച്ചു നീട്ടുകയാണല്ലോ. നീ അവനെ തട്ടുന്നുണ്ടോ അതോ ഞാൻ ആളെ പറഞ്ഞു വിടണോ? വേണ്ട സാറേ, വേണ്ട, ഞാൻ നോക്കിക്കോളാം. സാറേ, ഇത് സിറ്റി അല്ല, തനി നാട്ടുപ്രദേശ. അവര് തമ്മില് വൈരാഗ്യാണെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ എല്ലാവരും കൂടെ ഒന്നിക്കും. സാറേ, അവരെ വിശ്വസിപ്പിച്ച് ചതിക്കണം. എനിക്ക് കുറച്ച് സമയം തരൂ സാറേ. അവൻ സാറിന് മാത്രമല്ല എനിക്കും ശത്രുവാ. വേഗം വേണം. എന്താടോ വലുത് നടക്കുവോ? തലയ്ക്ക് വെളിവില്ലാത്തവനെ പോലെ. സാറേ, നമ്മള് രാഷ്ട്രീയക്കാരാ, പെട്ടെന്ന് തട്ടാനേ നോക്കൂ. അവന്മാര് പോലീസുകാരാ, മെല്ലെയൊക്കെ തന്നെ ചെയ്യൂ. നമുക്കൊന്ന് ക്ഷമിച്ചൂടെ സാറേ? Chess number 47. Start. (22, 81, 39, hip 33. 82. ഗ്യാസ് ഒന്ന് മുറുക്കി പിടിച്ച് 87. ഓക്കെ, നെക്സ്റ്റ്. (48) unfit, rejected. 60 fit, selected. 65 fit, selected. ഇവൻ ആളെല്ലാത്തിലും സ്പീഡാണല്ലോ. ഇവന്റെയൊക്കെ ഓടുമ്പോ കാല് വെട്ടിയേക്കണം. ഇവൻ എങ്ങനെ ഒതുക്കണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ കണ്ടോ? ബോയ്സ് എല്ലാരും ഇടിക്ക്. അങ്ങോട്ട് 39ഉം 47 ഇങ്ങോട്ട് വരൂ. നമ്പർ 5 ഇങ്ങോട്ട് പോവാ. 57 അങ്ങോട്ട് പോ. വിളിക്കുമ്പോ വരണേ. ഇവൻ ആളെങ്ങനുണ്ട്? കുഴപ്പമില്ല, പക്ഷെ ആൾ അല്പം തരികടെ കൊണ്ട്. സർ, 23 കാൻഡിഡേറ്റ് മെറിറ്റിൽ സെലക്ട് ആയി. വളരെ കുറവാണല്ലോ. അതെ സർ. പുവർ റെസ്പോൺസ്. ഇപ്പോൾ IT സൈഡിലേക്ക് പോണോ സർ? അതാണ് കാരണം. വരാൻ പറ. ഓക്കെ സർ. 39. താങ്ക് യു സർ. ഗുഡ്. അവിടെ വെയിറ്റ് ചെയ്യേ. 47. ഇതാ സർ. സാർ നമസ്കാരം. എല്ലാ സർട്ടിഫിക്കറ്റ്സും കറക്റ്റായിട്ടുണ്ട്. അനിയ, ഞാൻ നിന്നെ ശ്രദ്ധിച്ചു. നീ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് വേണ്ടി ആൾ തന്നെ. താങ്ക് യു സർ. താൻ എന്ത് പറയുന്നു? തന്റെ ഗ്രാമത്തിന്റെ ആളല്ലേ, റെക്കമെൻഡേഷനൊക്കെ വളരെ സ്ട്രോങ് ആയിരിക്കും. സർ, ഇവൻ നല്ല പയ്യനാ, പക്ഷെ ഇവന്റെ പേരിൽ എന്റെ സ്റ്റേഷനിൽ ഒരു FIR ഉണ്ട്. FIR-ഓ? എന്താ ഇനിയത്? സർ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സർ, സത്യമായിട്ടും. ഇവന്റെ അമ്മാവൻ ചുരുട്ടെന്ന് പറഞ്ഞ ആള് തന്നെ കൊല്ലാൻ വന്നെന്ന് പറഞ്ഞ് കേസ് കൊടുത്തിട്ടുണ്ട്. സർ, അതിന്റെ കുടുംബ പ്രശ്നം സർ. കുടുംബ പ്രശ്നമാണോന്നറിയില്ല, പക്ഷേ അയാള് കംപ്ലൈന്റ് പിൻവലിക്കുന്നില്ല. ഇവന്റെ ഫ്യൂച്ചർ നശിക്കണ്ടല്ലോന്നോർത്ത് ഞാൻ തന്നെയാണ് ഒരു ആക്ഷൻ എടുക്കാത്തത്. ഐ എം സോറി അനിയ, നിങ്ങളുടെ മേൽ FIR-ൽ നിങ്ങളെ സെലക്ട് ചെയ്യാൻ പറ്റില്ല. നത്തിങ് ടു വറി, എല്ലാം ക്ലിയർ ആയിട്ട് വരൂ. അടുത്ത സെലക്ഷനിൽ നോക്കാം.
സാർ 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 പ്ലീസ് സാർ വിശ്വാസത്തോടെ വന്നതാണ് സാർ. എന്റെ ജീവിതം തന്നെ ഇതാണ് സാർ. തന്റെ പോലത്തെ ആൾക്കാരെ എനിക്ക് എൻകറേജ് ചെയ്യും. പക്ഷേ എനിക്ക് റൂൾസ് ഫോളോ ചെയ്യാൻ സാർ സാർ ഞാൻ കാല് പിടിക്കാൻ സാർ സാർ പ്ലീസ് സാർ. സാർ ഇതിനു വേണ്ടിയാണ് സാർ ഇത്രയും കാലം കാത്തിരുന്നത് സാർ. സാർ എന്നോട് രക്ഷിക്കണം സാർ സാർ പ്ലീസ് സാർ. സാർ ഒന്ന് സഹായിക്കും സാർ സാർ പ്ലീസ് സാർ. അവൻ എന്താണ് പറ്റിയത്? പ്ലീസ് പോലീസ് ആവാൻ വേണ്ടിയല്ലേ സാർ ഇൻഫോമർ ജോലിയൊക്കെ ഞാൻ ചെയ്തത്. സാർ എന്നോടൊന്ന് ദയവ് കാണിക്കണേ സാർ സാർ പ്ലീസ് സാർ. സാർ നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ഞാൻ എത്ര കഷ്ടപ്പെടുന്നതാണ് സാർ. എന്നിട്ട് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ചെയ്തില്ലേ സാർ? നടക്കാനല്ലേ പറഞ്ഞു. എന്താണ് ചെയ്തത്? എന്താ പറ്റിയെന്ന് പറയടാ. പറ്റിച്ചോളാം. ശരിയാകും. ജീവിതം തന്നെ തൊലഞ്ഞു. അളിയ നീ ഒന്നങ്ങ് പിടിപ്പിച്ചേ. അടിക്കളിയ. ജീവിതം തന്നെ തൊലഞ്ഞടാ. എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടോ ഞാൻ. ഇപ്പൊ പറഞ്ഞിട്ട് എന്താണ് കാര്യം? ചെയ്യേണ്ട സമയത്ത് ചെയ്യണായിരുന്നു. അവരെ വെച്ച് നോക്കുമ്പോ നമ്മളൊക്കെ കറിവേപ്പിലയടാ. നിന്നോടൊന്നും പോലീസ് ഉദ്യോഗം പറഞ്ഞിട്ടില്ലടാ. സത്യം പറയുന്നത് നല്ലതാണ് കുട്ടി. സാർ, ഈ ചെക്കൻ എന്റെ പേന മോഷ്ടിച്ചു സാർ. സിദ്ധാർത്ഥ് എനിക്ക് സാർ ഞാൻ മോഷ്ടിച്ചില്ല. അവൻ നുണ പറയാ സാർ. മോഷ്ടാവിന്റെ മോനല്ലേ നീ? ചെയ്തിട്ടുണ്ടാവും. സുരേഷ് നീ അവിടെ ഇരിക്കെ. എല്ലാരും പഠിക്കാൻ നോക്ക്. സത്യം പറയുന്നത് നല്ലതാണ് കുട്ടി. അസൂയ കാരണം പെണ്ണ് കട്ടു പറഞ്ഞാലും ഒരു പോലീസുകാരന്റെ മകനായിരുന്നു. കള്ളന്റെ മകൻ പറഞ്ഞ സത്യം അത് കള്ളമായി. പോലീസുകാരന്റെ മകൻ പറഞ്ഞ കള്ളം അത് സത്യമായി. നമുക്ക് എല്ലാവർക്കും കള്ളം പോലീസ് കളി കളിക്കാം. അപ്പൊ ഞാനാ പോലീസ്. ക്ലാസ്സിൽ സിദ്ധാർത്ഥ മാത്രമേ തടിയുള്ളത്. അപ്പൊ അതുകൊണ്ട് അവനെ നമുക്ക് പോലീസ് ആക്കാടാ. നമുക്ക് കള്ളന്മാരാകാം. എന്താണ് നീ ഇങ്ങനെ പറഞ്ഞേ? റെഡി ട്രിങ്കോ. ടിഷ് മകൻ നിനക്ക് കള്ളനാവണല്ലേ? കളിക്കുമ്പോ പോലും പോലീസുകാരനായിരിക്കാൻ സമ്മതിക്കില്ല. എത്ര തന്നെ നല്ലവനായി ജീവിക്കാൻ ശ്രമിച്ചാലും മുതുകിൽ കൂടെ കുത്താൻ ശ്രമിക്കുകയല്ലേ ഈ മനുഷ്യന്മാർ. സ്കൂളിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും പോലീസ് ആവാനുള്ള ആഗ്രഹമാണ് എനിക്ക് വർദ്ധിച്ചുകൊണ്ടിരുന്നത്. ഇഞ്ചിഞ്ചായി പോലീസ് ആവാനുള്ള ആഗ്രഹം എന്റെ മനസ്സിൽ കുടിയേറി. എന്തായാലും ഞാനത് സാധിച്ചേ മതിയാവും. കളവിന് ഇനി എന്റെ പാരമ്പര്യത്തിൽ ആരും ഉണ്ടാവാൻ പാടില്ല. ഇതുവരെയും വേട്ടക്കാരന്റെ ചരിത്രമല്ലേ എഴുതിയിട്ടുണ്ടാവുള്ളൂ. വേട്ടയാടപ്പെട്ട മൃഗത്തിന്റെ ചരിത്രം ഞാൻ എഴുതും. ഈ സിദ്ധാർത്ഥ ചത്ത എന്റെ ആത്മാവ് പോലും കാക്കി വസ്ത്രം അണിഞ്ഞ് ഈ കാറ്റിൽ ഞാൻ ഉണ്ടാവടാ. ഈ മലദേവിയാണ് സത്യം. നാഗക്കാളി ഭദ്രകാളി കൂട്ടുനിന്ന് തുള്ളിയാട്. വെട്ടിലെയും പുകലെയും മണ്ണ് തൊട്ട് മീ വണങ്ങ്. വള്ളി കൊണ്ട് ഞാട് കെട്ടി വില്ലെടുത്ത് മുന്നി വെച്ച് ഉത്തരവ് വാങ്ങടാ കാളക്കറുപ്പ. തുള്ളിയുറഞ്ഞാടി വാട ദേവർക്ക് മുന്നടാ. ഉത്തരവ് വാങ്ങടാ കാളക്കറുപ്പ. തുള്ളിയുറഞ്ഞാടി വാട ദേവർക്ക് മുന്നടാ. ഭഗവതി നോക്കിക്കോളും. ചേട്ടാ ചേട്ടാ എന്റെ മോനോട് ക്ഷമിക്കും ചേട്ടാ. എന്റെ മോന്റെ പേരിൽ കൊടുത്ത കേസ് തിരിച്ചു വാങ്ങിക്ക ചേട്ടാ. ഇൻസ്പെക്ടർ ആണെന്നുണ്ടെങ്കിൽ എന്റെ മോന്റെ അടുത്ത് പക വച്ചോണ്ടിരിക്കും ചേട്ടാ. അവന്റെ
അവന്റെ പേര് കേസ് ഉണ്ടെങ്കിൽ പോലീസ് ജോലി കിട്ടുള്ളത്. അവൻ ഭ്രാന്ത് പിടിച്ച് നടക്കുക ചേട്ടാ. നിങ്ങളുടെ കാല് പിടിച്ച് ചോദിക്ക ചേട്ടാ. അവനോടൊന്ന് ക്ഷമിച്ച് വിട്ടേക്ക് ചേട്ടാ. ചേട്ടൻ ആളെ വിട്ട് തല്ലിയത് അവനറിയാം ചേട്ടാ. അവനെ കാണാൻ പരുക്കനാണെങ്കിലും ചേട്ടനോട് ഒരുപാട് സ്നേഹമുണ്ട് അവന്. കേസ് തിരികെ വായിക്കും ചേട്ടാ. അവന്റെ ജീവിതം നശിപ്പിക്കല്ല ചേട്ടാ. ഞങ്ങളെ രക്ഷിക്ക ചേട്ടാ. ഞങ്ങൾ കേസ് ഒഴിവാക്ക ചേട്ടാ. ഒന്നിനും കൊള്ളാത്തവര് കുടിക്കാൻ വെള്ളം പോലും വെച്ചിട്ടില്ല. എടോ സ്വാമി, താൻ പറയുമ്പോഴൊക്കെ പരാതി തരാനും തിരിച്ചു മേടിക്കുന്ന ഇത് പെട്ടിക്കടയല്ല, പോലീസ് സ്റ്റേഷനാ, ഓർത്തോ? മനെ, ഇത് കുടുംബ പ്രശ്നമാണ്. നിങ്ങളൊന്ന് മനസ്സ് വെച്ച. എനിക്കറിയായിരുന്നു നിങ്ങൾ ഇങ്ങനെയൊക്കെ വരുമെന്ന്. അതുകൊണ്ട് അവന് മേലെ ആക്ഷൻ ഒന്നും എടുക്കാത്തെ. രാഘവേട്ടാ, സ്വാമിയുടെ അടുത്ത് ഒരു ഒപ്പ് വാങ്ങിട്ട് അവനെ വിട്ടേക്ക്. സ്വാമി, ഇതൊക്കെ നിങ്ങളെ ഓർത്താ ചെയ്തേ. കേസ് പിൻവലിച്ചു എന്ന് വെച്ച് വീണ്ടും ബന്ധം സ്ഥാപിക്കാന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. ഇനി അമ്മാവൻ അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഇവ എന്റെ പുറകെ വന്നാലുണ്ടല്ലോ, അരിഞ്ഞുകളെ ഞാൻ. നീങ്ങോടി. വളരെ നന്ദി ഏമാനെ. പോയിട്ട് വരൂ. ഇനി കുഴപ്പമൊന്നും ഉണ്ടാക്കാൻ നോക്കൂ. ശരി ഏമാനെ. സാർ, ഇനി അത് കണ്ടുപിടിച്ചാൽ ഇത് കണ്ടുപിടിച്ചാൽ ദയവായിട്ട് എൻ്റെ അടുത്ത് വന്നേക്കരുത്. ഈ ഇൻഫോമർ ജോലി ഞാൻ ഇനി ചെയ്യില്ല. വരട്ടെ സാർ. പോടാ, വലിയ ആള് വന്നിരിക്കുന്നു. ഈ സ്റ്റേഷൻ നീ കാരണമല്ലേ പ്രവർത്തിക്കുന്നത്. നിന്നെ ഞാൻ എടുത്തോളാം. നീ പാമ്പിനെ നോവിച്ചു വിട്ടേക്കത്. നിനക്കിട്ടുള്ള പണി ഞാൻ തന്നേക്കാം. സാറേ, എല്ലാവരും സമാധാനിപ്പിച്ച് അയച്ചു വിടുന്നുണ്ട്. എന്നെ മാത്രം ഇതിനകത്ത് എന്തിനാ വിളിച്ചിരിക്കുന്നത്? ഇത് എവിടുത്തെ ന്യായ? നിന്നെ വെച്ചൊരു കഥ എഴുതാൻ പോവാ. അതുവരെ അതിനകത്തിരിക്കുക. സാറേ, ആരോ ഒരു പെട്ടിട്ടേച്ച് പോയിട്ടുണ്ടല്ലോ. ഇതെന്റെ പറഞ്ഞില്ലേ അവർ തന്നെ ഇട്ടേച്ച് പോകുന്നു. എല്ലാം അകത്തുണ്ടോ നോക്കൂ സർ. അകത്തെല്ലാം ഉണ്ടല്ലോ അല്ലേ? എല്ലാം ഓക്കെയാ. ആട്ടെ, ആ സിദ്ധാർത്ഥൻ എന്തായി? പാവസരവൻ മഴ വിട്ടാലും ഒരു വേഴാമ്പലെ പോലെ അവൻ ഇൻസ്പെക്ടർ കുഞ്ഞിരാമൻ അവനെ പ്രതികാരം ചെയ്യാൻ വേണ്ടി പിന്തുടർന്നുകൊണ്ടിരുന്നു. സാറേ, അതിനുശേഷം അലക്സ് എന്നൊരു പുതിയ ഓഫീസർ വന്നു. ഇതിനപ്പുറം കേരള ബോർഡർ തുടങ്ങും. അതെ സർ. ഇതൊരു സീക്രട്ട് ഓപ്പറേഷനാണ്. ഒരു രാഷ്ട്രീയ വിഭാഗത്തിന്റെ നേതാവ് ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഓവർ കോൺഫിഡൻഷ്യൽ. ഏത് വിഭാഗം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അയാളെ ഡിപ്പാർട്ട്മെന്റിന് ജീവനോടുകൂടി വേണം. തീർച്ചയായും സർ. എത്ര തന്നെ മനോധൈര്യം ഉണ്ടെങ്കിലും കാട്ടിനകത്തേക്ക് പോകുമ്പോൾ പരിചയക്കാരുള്ളത് നല്ലതാണ് സർ. ലോക്കൽ പോലീസിനെയും നമ്മുടെ കൂടെ വിളിക്കാം. വരൂ, പോകാം. ശരി സർ. എന്താണേലും പറഞ്ഞല്ലോ സാർ. ഇതാ ഇന്ന സാർ. എന്തിനാ സാർ ഇതെല്ലാം? ഇപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. സാരല്ല സാർ, ഇത്രയും ദൂരം വന്നല്ലേ. പ്രദീപേ, വരാൻ നേരം പച്ചരി കൊണ്ടുവരണേ. പിള്ളേർക്ക് നെയ്യപ്പം വേണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശിയാ. സാർ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. എന്റെ സർവീസ് ഞാൻ എത്ര ടെററിസ്റ്റിനെ കണ്ടതാ. ഡോക്ടറേറ്റ് വരെ വാങ്ങിയിട്ടുണ്ട്. പോകുമ്പോ സിദ്ധാർത്ഥനെയും കൂടെ കൊണ്ടുപോകണം. താരാതോടെ എത്തിച്ചല്ലേ. അവൻ വലിയ ആളാണെന്ന് വിചാരിച്ച അവർ അന്വേഷണം നടത്തുന്നേ. സാറ് നിന്നെ കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട്. നിന്നെപ്പോലെ അകത്ത് തീയുള്ളവൻ എത്ര അണയ്ക്കാൻ നോക്കാലും അണയില്ല. കാക്കിയിട്ടിട്ട് ജോലി ചെയ്യാതെ വെറുതെ ശമ്പളം മേടിക്കുന്നവരുടെ ഇടയിൽ കാക്കിയിടാതെ ജോലി ചെയ്യുന്നില്ല. നീയാണ് ശരിയായിട്ടുള്ള പോലീസുകാരൻ. ഇനി എന്നെ കുറിച്ചാണോ പറയുന്നേ? ഒതുങ്ങി നിൽക്കുന്നതിനേക്കാൾ ഉള്ളിൽ വന്ന് പോരാടണം. അതാണ് ജീവിതം. താഴെ വീണ 4 പേര് കൈയടിക്കും. എന്നാ നീ ഒന്ന് എണീറ്റ് നിന്നു നോക്ക്. 4 പേര് കൈകെട്ടി നിൽക്കും. നീ നിന്റെ സ്വപ്നത്തിൽ വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും നിനക്ക് ഉയർച്ച ഉണ്ടാകും. നീ എന്തു പറയുന്നു?
ഞാൻ നിങ്ങളുടെ കൂടെ വരാം സാർ. ദാറ്റ്സ് ഗുഡ്. സ്വാമിനാഥൻ വരൂ. പുഴുവിനെ പോലും പാമ്പായി മാറ്റുന്ന കാല. സാർ ഇവിടെ ഒരു വിവരം കിട്ടിയില്ല. വേറെ എവിടെയെങ്കിലും പോയി ഓക്കെ, നോക്കാം. പുറപ്പെടാം. ഓക്കെ സാർ. സർ, കുറച്ച് വെയിറ്റ് ചെയ്യൂ. പറയൂ സിദ്ധാർത്ഥ്. നീ എന്താ ഞാൻ സാറേ, എടുത്തോടാ. നെയ്യപ്പം കഴിക്കുന്നോ? സാർ അവരുള്ള സ്ഥലം പിടികിട്ടി. കമാൺ. യെസ് സാർ. നമസ്കാരം സാറേ. വന്നാട്ടെ സ്വാമി. കാട്ടിനുള്ളിൽ താമസിപ്പിച്ചു എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇത് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സ്ഥലമാണ്. നാട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്കും പ്രശ്നമാണ്, ഞങ്ങൾക്കും പ്രശ്നമാണ്. ഇത് നിന്റെ മോളാണോ? അതെ സാറേ. ഇവിടെ ഉള്ളവരുമായിട്ട് ഇവള് നല്ല ലോക്യത്തിലാ, അതുകൊണ്ടാ വിളിച്ചോണ്ട് വന്ന്. ദാ ഇവനല്ലേ, ഇവൻ എന്റെ ശിഷ്യനാ. സാറിനെ പല വർഷങ്ങൾക്ക് മുൻപ് മധുരയിൽ വെച്ചാ പരിചയപ്പെട്ട്. ജയിൽ കൂട്ടുകാരനാ, ബുദ്ധിമാനാ. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ. ഇനി ഒരാഴ്ച ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും സ്വാമി. നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? എനിക്കെന്താ സാറേ പ്രശ്നം? സാറിന് സൗകര്യക്കുറവൊന്നുമില്ലല്ലോ. ജനങ്ങൾക്ക് വേണ്ടി പോരാടുന്നവന് എന്ത് സൗകര്യ വേണ്ടത്? മോളെ, സാറിന് നല്ല ആഹാരം കൊടുക്കണം. നിനക്ക് എന്തിനാ ഈ പൊല്ലാപ്പൊക്കെ? സാറ് ഞങ്ങളുടെ വിരുന്നുകാരനാ. ജനങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന ആളാ. നിങ്ങളെ സേവിക്കുന്നത് ദൈവത്തെ സേവിക്കുന്ന പോലെ. നീ ഈ ദൈവകാര്യങ്ങളൊന്നും വിട്ടിട്ടില്ലെന്ന് തോന്നുന്നു. സാർ എന്തിനാ ഇതൊക്കെ? അവർ വെടിവെക്കില്ലല്ലോ. അത് അവരുടെ സൗകര്യം പോലെ ഇരിക്കും. സ്വാമിനാഥൻ, റൗണ്ട് അപ്പ് ചെയ്യൂ. ഹറി അപ്പ്, ഫാസ്റ്റ്. ഈ പെണ്ണെ, നീ എന്താ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നേ? നിന്റെ കളി ഇതോടെ അവസാനിച്ചു ത്യാഗരാജൻ. കളി തുടങ്ങുന്നതും തീർക്കുന്നതും നിങ്ങളുടെ കയ്യിലല്ല, ഞങ്ങളുടെ കയ്യിലാ ഉള്ളത്. എന്റെ അമ്മോ, പോലീസോ? സ്വാമിനാഥൻ, എല്ലാവരെയും കസ്റ്റഡിയിൽ എടുത്തു. ഉറപ്പെണ്ണാണ്. അവൾക്കൊന്നും അറിയില്ല. അവള് വളരെ പാവമാണ്. എന്താണെങ്കിലും താഴെ പോയി സംസാരിക്കാം. മൂവ്. ചുരുട്ടിന്റെ മോളല്ലേ ഇത്? ഇത് നല്ല അവസരം. മോനെ, നീ ചെയ്ത കാര്യത്തിന് പിന്നീട് നീ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. എല്ലാം വിജയകരമായി തീർന്നു സാർ. എല്ലാവരെയും കസ്റ്റഡിയിൽ എടുത്തു സാർ. നാളെ രാവിലെ ചെന്നൈയിലെത്തും സാർ. താങ്ക് യു സാർ, താങ്ക് യു. സാർ, സാറിനോട് എനിക്ക് ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. രാജശേഖർ, അവരെ മൂന്നുപേരെയും വണ്ടി സാറേ, ജീപ്പിൽ കയറിക്കോ. സാർ, ഈ പെണ്ണിനെ ഒന്നും ചെയ്യേണ്ട, വിട്ടേക്ക്. നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നവരെല്ലാം അകത്താക്കിയാൽ പിന്നെ നാട്ടിൽ ആരും ഉണ്ടാവില്ല. നമുക്ക് വേണ്ട ആളെ കിട്ടിയില്ലേ? അതൊരു സാധു പെണ്ണ, പാവം, വിട്ടേക്ക്. സാർ, പറയുന്ന കൊണ്ട് തെറ്റിദ്ധരിക്കരുത്. ഇവരെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല.
ഇനി അങ്ങോട്ട് തെറ്റുകൾ തന്നെയായിരിക്കും ചെയ്യുന്നത്. ലോക്കൽ പോലീസിന് പേടിയില്ലാതാകും. അതുകൊണ്ട് ഇവരെ സ്റ്റേഷനിൽ വെച്ച് ഞാനൊന്ന് പേടിപ്പിച്ചു വിട്ടേക്കാം. എന്നാലേ ഞങ്ങളെ പേടിയുണ്ടാവും. ഓക്കെ, നിങ്ങളുടെ ഏരിയയിലെ നോയിക്കോളൂ. എനിവേ, നിങ്ങളുടെ കോഓപ്പറേഷന് താങ്ക്സ്. DSP ഞാൻ പറഞ്ഞോളാം. ഞാൻ പുറപ്പെടട്ടെ. താങ്ക് യു സർ. ഓക്കെ സർ. സിദ്ധാർത്ഥ്, വളരെ നന്ദി. നീ ഇല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ ഇത്ര പെട്ടെന്ന് തീരില്ലായിരുന്നു. ഈ പെണ്ണിനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി മൊഴി രേഖപ്പെടുത്തി ഒരു ദിവസം വെച്ച് വിട്ടേക്കും. ഇത് വേറെ ഒരു ഫോർമാലിറ്റിയാണ്. ഒന്നും വിഷമിക്കണ്ട, നിന്റെ മുറപ്പിനൊന്നും ഒന്നും ആവില്ല. ഒരു ദിവസം കൊണ്ട് വിടും. നോക്കിക്കോണം. ബി കെയർഫുൾ. ശരി ശരി, നോക്കിക്കോളാം സർ. കുമാര, സിദ്ധാർത്ഥേ, ഒരു പ്രശ്നവുമില്ല. ഒറ്റ ദിവസം കസ്റ്റഡിയിലെടുത്ത് വിട്ടേക്കാം. സർ, അവൾക്ക് എന്തറിയാനാ? കസ്റ്റഡിയിലല്ലേ ഇരിക്കണ്ടേ? ഞാനിരിക്കാം സർ. നമസ്കാരം സാറേ. സ്വാമി വരൂ. സ്വാമി സാറേ, വന്നത് വിരുന്നുകാരനാ. ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ പോയ മോളെ സ്റ്റേഷനിൽ കൊണ്ടുവച്ചിരിക്കുന്ന എന്താ? ഒരു പ്രശ്നവുമില്ല സ്വാമി. വിറ്റ്നസിന് വേണ്ടി ഒരു ദിവസം കസ്റ്റഡി വെക്കാനും കുട്ടികളെ സ്റ്റേഷനിൽ താമസിപ്പിക്കരുത്. വേണമെങ്കിൽ ഞാൻ നിൽക്കാം. എന്നെ സാക്ഷിയാക്കി എഴുതിക്കോ. സ്വാമി അകത്തിട്ടാൽ നാട്ടുകാരെ മുഴുവൻ ഇടുന്ന പോലെയല്ലേ? ആരും വേണ്ട സർ, ഞാൻ ഇരിക്കാന്ന് പറഞ്ഞില്ലേ. ശരി സിദ്ധാർത്ഥേ, ഞാൻ സാറുമായിട്ട് സംസാരിച്ചോളാം. സ്വാമി മോളെ കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ. നീ പോയിക്കോ. ഷാമി, ശകുനം ശരിയല്ലോ. ഇതും കടന്നു പോകും. വാ മോളെ. നീ പേടിക്കണ്ടടിയാ, ഞാൻ പോയിട്ട് രാവിലെ വന്നേക്കാം. ആ എന്താടോ അവസാനം താനും അകത്തായില്ലേ? താനല്ലാതെ ഇയാളൊക്കെ ആരെങ്കിലും വിശ്വസിക്കടോ? ഇയാളെ 1-ാം നമ്പർ ഫ്രോഡാണ്. വരൂ മിസ്റ്റർ പുലികേശൻ, ഇന്ന് നമുക്കൊരു കലക്ക് കലക്കിയേക്കാം. ഇതാ എന്റെ ജഡ്ജ്മെന്റ്. നിങ്ങൾ പോയിക്കോളൂ. സാറേ, ഇന്നൊരു രാത്രി മാത്രം ഞാൻ ഇവിടെ തന്നെ കിടന്നോട്ടെ. ഏയ്, നീ എന്നെയാണോടാ പഠിപ്പിക്കുന്നത്? സാറേ, എന്നോട് പറയാൻ വന്നേക്കുന്നു. പോടാ. സാറേ, എന്റെ പെയിന്റ് ഡബയും ബ്രഷും വാങ്ങിയിട്ട് പോട്ടെ. ഡാഗോട്ടാ സാറേ, ഇവന്റെ അടുത്ത് ഒപ്പ് വാങ്ങിയിട്ട് ഇവന്റെ സാധനങ്ങൾ കൊടുത്തുവിട്. ഇവിടെ ഒപ്പിട്. പോ. പ്രദീപേ, സാറേ നീ പൊക്കോ. പോയിട്ട് നൈറ്റ് ഡ്യൂട്ടിക്ക് വന്നാൽ മതി. നിങ്ങൾ എല്ലാവരും പോയിക്കോ. നാളെ ഡ്യൂട്ടിക്ക് വരണ്ട, നാളെ കഴിഞ്ഞ് വന്നാൽ മതി. ശരി സാറേ. അതിനുശേഷം കുഞ്ഞിരാമന്റെ സ്വഭാവത്തിൽ മാറ്റം വരാൻ തുടങ്ങി. ആരോടോ ഒരുപാട് നേരം ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. അന്ന് രാത്രി നൈറ്റ് ഡ്യൂട്ടിയിൽ ഞാനായിരുന്നു. നല്ല ഉറക്കമുള്ളൊരു സമയം.
രാവിലെ ഒരു 6-6:30 ഉണ്ടാവും. ഓ പ്രദീപേ, പ്രദീപേ, പ്രദീപ് എണീക്കടാ, എഴുന്നേക്ക്. നേരം വെളുത്തുള്ളൂ, എഴുന്നേൽക്ക്. സാറെന്താ രാവിലെ തന്നെ? എന്താ രാവിലെ വന്ന് നിന്റെ ഉറക്കമില്ലാതാക്കിയോ? പോടോ, പോയി കുളിച്ചിട്ട് റെഡിയാക്. ശരി സർ. സിദ്ധാർത്ഥേ, 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 എണീക്കടോ. എന്തൊരു ഉറക്കം ഇത്, നേരം വെളുത്തു. എന്താ നന്നായിട്ട് ഉറങ്ങിയോ? ആ, ഒരു മിനിറ്റ്. നീ വാ സിദ്ധാർത്ഥ്. എന്താ എന്നോട് നിനക്ക് ദേഷ്യമാണോ? എന്നോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം. ഞാൻ എന്ത് ചെയ്യാനാ, ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യമല്ലേ. നീ പോയി മുഖമൊക്കെ ഒന്ന് കഴുകി റെഡിയായിട്ട് വാ. രാഘവേട്ട വന്നുടനെ പോകാം. ആ പോ. രാഷ്ട്രീയക്കാരെയും പോലീസുകാരെയും ശത്രുക്കളാക്കുന്നത് അപകടമാ. വളർന്ന ഉയരത്തിലെത്തേണ്ടവൻ ഒന്ന് സഹകരിച്ചായിരുന്നെങ്കിൽ ജീവിതം ഇങ്ങനെ പോകുമായിരുന്നു. ആ സാമിനാഥൻ വേസ്റ്റാ. ഞാനായിരുന്നെങ്കിൽ അവന്റെ ചങ്കറുത്ത് കളഞ്ഞനെ. സിദ്ധാർത്ഥൻ മരിച്ചതിന് ശേഷമാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് തന്നെ. കുഞ്ഞിരാമനും സുൽത്താനും മരിച്ചതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ടുമില്ല. ഇന്നും ദുരൂഹതയാണ്. നിരാശയായി ചത്തുപോയ സിദ്ധാർത്ഥന്റെ പ്രേതമാണ് ഈ സ്റ്റേഷനിലുള്ള എല്ലാ ഇൻസ്പെക്ടറെയും കൊല്ലുന്നു എന്നാണ് ഈ നാട്ടുകാർ വിശ്വസിക്കുന്നത്. പ്രേതമോ? എന്താ നാട്ടുകാർ കൊന്നിട്ട് പ്രേതത്തിന്റെ തലയിലിട്ടാ മതിയല്ലോ. നിങ്ങളൊക്കെ ഏത് കാലത്തിലാ പ്രേതം മണ്ണാങ്കെട്ട? എന്താ ഇപ്പൊ ഞാൻ വന്നില്ലേ, ആ സിദ്ധന്റെ പ്രേതം വരുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്താടോ ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ? ആ സിദ്ധാർത്ഥന്റെ ഫോട്ടോ വലുതുണ്ടോ കയ്യിൽ? ഫോട്ടോ എന്തിനാണ് സർ, നേരിട്ട് കാണാമല്ലോ. നന്നായിട്ട് നോയിക്കോ സാറേ. സിദ്ധാർത്ഥാടാ, ഇതെന്റെ പോലീസ് സ്റ്റേഷനാ. ഇവിടെ ഞാനാണ് ഇൻസ്പെക്ടർ. ഒരുത്തനും ഇവിടെ വരെ അനുവദിക്കണം. എത്ര അധ്വാനിച്ചിട്ടാണോ ഞാൻ ഈ സ്റ്റേഷന് വേണ്ടി. വിശ്വസിപ്പിച്ച് കഴുത്തോർത്തല്ലോ എന്നെ. എന്റെ ചങ്കറക്കൂന്ന് പറഞ്ഞിട്ട് എങ്ങോട്ടാണ് ഓടുന്നത്?
ആരാ ഇയാളെ റിസീവ് ചെയ്ത്? ഇന്ന് വരുമെന്നായിരുന്നു ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. പക്ഷെ ഇന്നലെ തന്നെ ഇദ്ദേഹം വന്ന് ഇവിടെ താമസിച്ചിരുന്നു. ഒരു ദിവസം മുമ്പേ വന്നു? അതെ സർ. എങ്ങനെ വന്നു, ആരാണ് സ്റ്റേഷൻ തുറന്നു വിട്ടതെന്ന് ഒരു പിടുത്തമില്ല. സാറേ, തല എവിടെ കിടക്കുന്ന സാറേ? ഇത് കാണാനാണോ ഞാൻ ഇത്രയും ദൂരം വന്നത്? അയ്യോ, ഫർദർ എല്ലാ ഡീറ്റെയിൽസും ഫോളോ ചെയ്യണം. ആ സ്ത്രീയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് മേടിച്ചോളൂ. ബോഡി കളക്ട് ചെയ്ത് പോസ്റ്റ്മോർട്ടത്തിന് അയക്കും. യെസ് സർ. അനുവദിക്കില്ലടാ. ഇവിടെ ഇരിക്കാൻ അനുവദിക്കില്ല.